നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഗുരുവായൂരപ്പനായി കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഈ ഗൃഹസത്സംഗങ്ങളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആൾക്കാർ അത് ചുരുക്കം ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. പിന്നെ ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ അപ്പുറത്ത് അത് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഇപ്പുറത്തിരുന്ന് പറയുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും, അതെങ്ങനെയാണ് അവിടെ ടച്ചാവുന്നതെന്ന്. വാസ്തവത്തിൽ ആ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് നമ്മളെ കൂടുതൽ നന്നായിട്ട് പറയാൻ പ്രേരിപ്പിക്കുക. ഓഡിയൻസ് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരും, ഓഡിയൻസ് ഉണർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവും. പിന്നെ പൊതുവിൽ ഞാൻ പറയാറുണ്ട്, സാധാരണ കേൾക്കാൻ ഒരാളുണ്ടെങ്കിലും പറയണം എന്നാണ്. ആ ഒരാൾ എന്തായാലും ഉണ്ടാവും, അത് ഭഗവാനാണ്. അങ്ങനെ കേൾക്കുന്ന ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ കേൾക്കുന്ന ആ ശ്രോതാക്കളിൽ ഭഗവാൻ കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാവുമെന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങോര് എന്തായാലും ഉണ്ടാവുന്നതാണ് ഹനുമാൻ സ്വാമി. ആഞ്ജനേയൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എവിടെയൊക്കെ ഭഗവാന്റെ കഥ പറയുന്നുണ്ടോ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം താനെ സംഭവിക്കും എന്ന് പറയും. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ പലപ്പോഴും നമ്മൾ ഈ അവനവനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അതായത് പുറത്ത് അതിൻ്റെ ഉത്തരം തപ്പാതെ നമ്മുടെ ഉള്ളിൽ തന്നെ അത് എപ്പോഴെങ്കിലും കിട്ടണം എന്ന് കരുതിയിട്ട് നടക്കണം. അങ്ങനെ കിട്ടുന്ന അറിവ് നമുക്ക് ഉറച്ചു നിൽക്കും. മറ്റ് നമ്മൾ എത്ര പുറത്തുനിന്ന് ആൾക്കാർ പഠിപ്പിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ പറഞ്ഞാൽ നമ്മളൊരു പരീക്ഷണം നടത്തും, നമ്മുടെ അകത്തുനിന്നുള്ളൊരു സംഭവം വന്നിട്ടാണ്. അത് വർക്കാവുകയും ചെയ്യും, അത് നമുക്ക് ഓർമ്മയുണ്ടാവും. നേരെ മറിച്ച് നമ്മളെ ഒരാളൊരു പാചകക്കുറിപ്പ് പഠിപ്പിച്ച് നമ്മളത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കിട്ടുന്നതല്ല അടുത്ത തവണ കിട്ടുന്ന റിസൾട്ട്, അതിൻ്റെ അടുത്ത തവണ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയും. അതേപോലെ എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു ശരിക്ക് ഹനുമാൻ ശരിക്കും ആരാ, ഹനുമാൻ എന്താ എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ. എല്ലാവരും പറയും മങ്കി ഗോഡ്, അങ്ങനെ ഇങ്ങനെ വാനരൻ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഹംപിയിലൊക്കെയുള്ള പഴയ ചില ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സൊക്കെ വായിക്കും. ഹംപിയാണല്ലോ ഭഗവാന്റെ ജന്മസ്ഥലം. അഞ്ജനാദ്രി എന്ന് പറഞ്ഞ പർവ്വതത്തിലാണ് അമ്മ പ്രസവിച്ചത്. ഈ കിഷ്കിന്ധയൊക്കെ ശരിക്കും അവിടെയാണ്. പമ്പ എന്ന് പറയുന്ന സരസ്സും അവിടെയാണ്. നമ്മുടെ ശബരിമല പമ്പയൊന്നും അല്ല അത്. അതൊക്കെ പിൽക്കാലത്ത് വെറുതെ എന്താ പറയുക, പല ലെജൻഡിൻ്റെയും ലോറിൻ്റെയും ഭാഗമായിട്ട് വന്നിട്ടുള്ള. ഞാൻ മുമ്പും പല പ്രഭാഷണത്തിൽ പറഞ്ഞിട്ട്, രാമായണത്തിൽ ഒരു എപ്പിസോഡ് പോലും കേരളത്തിലുണ്ടായിട്ടില്ല, ഒരു എപ്പിസോഡ് പോലും. ജഡായു വീണ സ്ഥലം നാസിക്കിലെ ജൻസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഇന്നതൊരു സ്കൂൾ ഗ്രൗണ്ടാണ്, അവിടെയാണ്. അപ്പം വാനര സൈന്യം പാലക്കാട് ചുരത്തിൻ്റെ അകത്തു കൂടെ വന്ന് ഒന്നിങ്ങനെ വന്ന് കേരളത്തിൻ്റെ അകത്തേക്ക് എത്തി നോക്കി, രണ്ട് സൈഡിലേക്ക് നോക്കിയിട്ട് തിരിച്ചുപോയി. അത് ചെയ്തിട്ടുണ്ട് അവർ. ബാക്കി മുഴുവൻ തമിഴ്നാട്ടിൽ കൂടെയാണ് അവരുടെ യാത്ര ശരിക്കും നോക്കിക്കഴിഞ്ഞു. അപ്പം ഈ ഹനുമാൻ സ്വാമിയുടെ പൊതുവിൽ ഈ വാനരന്മാരുടെ, അതേപോലെ ഈ വൃക്ഷങ്ങൾ എന്ന് പറയുന്ന കരടികളുടെ, ജാമ്പവാൻ്റെയൊക്കെ, ജാമ്പവാൻ കരടിയാണ്, ജാമ്പവാൻ വാനരനല്ല, വൃക്ഷം എന്നാ പറയുക, വൃക്ഷച്ച കരടി. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള സ്റ്റഡീസ് നോക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇവർ മനുഷ്യരനെയായിരുന്നു, പക്ഷെ ഇവരുടെ കൊടിയടയാളങ്ങൾ വാനരനും കരടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവരെ വാനരന്മാരെന്നും വൃക്ഷങ്ങളെന്ന് വിളിച്ചു. ഇപ്പോൾ നമ്മൾ സിംഹളരെ എന്ന് വിളിക്കുന്നു ശ്രീലങ്കൻസിനെ. അവരുടെ കൊടിയടയാളം എന്താ? സിംഹ അല്ലേ? അപ്പോൾ അതിൽ ജോബോണിന് ഡിഫോമിറ്റി ഉണ്ടായിരുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടൊരാൾ, ഹനുവിന് താടിയല്ലിന് ഡിഫോമിറ്റി വന്നവനാണ് ഹനുമാൻ. എന്തോ ഒരു വീഴ്ചയിൽ പറ്റിയതാണ്. നമ്മൾ കഥകൾ അറിയണ പ്രകാരം സൂര്യനെ തിന്നാൻ വേണ്ടി ചാടി വജ്രം കൊണ്ട് ഇന്ദ്രൻ വെട്ടി താഴെ വീണു. ഇതൊക്കെയാണ് നമ്മൾക്ക് അറിയുന്ന കഥകൾ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള അർത്ഥമോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പലരോടും ചോദിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന രണ്ട് തരത്തിലുള്ള ഉത്തരമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ പറയും അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറയുന്നവർ, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടാത്തൊക്കെ എന്തിനാ അന്വേഷിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാർ. മിണ്ടാതെ പ്രാർത്ഥിച്ചാൽ പോലെ, ഇതൊക്കെ നോ ക്വസ്റ്റ്യൻസ് ഹാവ് ടു ബി ആസ്ക്ഡ് എന്ന് പറയില്ല, അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കുന്ന കാലത്താണ് ഒരു ദിവസം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അന്ന് ഇത്രയൊന്നും ഗ്രന്ഥപരിചയത്തിനുള്ളൊരു അവസരമൊന്നുമുള്ള കാലമല്ല, ഞാനിങ്ങനെ കൽപ്പാത്തി ഭാഗത്ത് കൂടെ നടക്കുക. ഞങ്ങളന്ന് താമസിക്കുന്ന ശേഖരിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാനിങ്ങനെ കൽപ്പാത്തി ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ നമ്മൾ സാധാരണ ഫേമസ് ആയിട്ടുള്ളൊരു ചിത്രം, ശ്രീരാമൻ ഇങ്ങനെ നിൽക്കുന്നു,
ഒരു സൈഡിൽ സീതാദേവി നിൽക്കണം, ഈ സൈഡിൽ ലക്ഷ്മണൻ നിൽക്കണം, പാദങ്ങളുടെ അവിടെ ഹനുമാൻ സ്വാമി ഇരിക്കുന്നു. ഇതെങ്ങനെ മനസ്സിൽ പെട്ടെന്ന് വരികയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നടന്നൊന്നുമല്ല. നമുക്ക് പറയാം ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് വരികയാണല്ലോ ചില സമയത്ത് നമുക്കിത് കിട്ടുക. അപ്പോഴാണ് കൃത്യമായിട്ടൊരു ധാരണ വന്ന് ഈ ഹനുമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. മനസ്സിൻ്റെ അടിസ്ഥാന സ്വഭാവം കുരങ്ങിൻ്റെയാണ്, വാനര സ്വഭാവമാണ്. സാധാരണ മനസ്സിനെക്കുറിച്ച് പറയും അത് കുരങ്ങാണ്, അതിന് കള്ള് കൊടുത്തിരിക്കണം, തല കിറുങ്ങിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിനെ തേളും കുത്തി. എന്തായിരിക്കും അവസ്ഥ? ഒരു കുരങ്ങ് ആ കുരങ്ങിനെ മദ്യം കുടിപ്പിച്ചു, മദ്യം കുടിപ്പിച്ചിട്ട് അതിനെ തേളും കുത്തിയാൽ എന്തായിരിക്കും? അതാണ് അത്ര മനുഷ്യൻ്റെ മനസ്സ് പലപ്പോഴും. സത്യമാണ്. കാരണം അത്രയും കൺട്രോൾ ഇല്ലാണ്ടാണ് ചില സമയത്ത് മൈൻഡ് ബിഹേവ് ചെയ്യുക നമ്മൾ. പക്ഷേ ഇതേ മനസ്സ് തന്നെ വേണം മനസ്സിനെ നിയന്ത്രിക്കാൻ. മനസ്സല്ലാണ്ട് നമുക്ക് വേറൊരു ടൂളില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിലെമ. ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ മനസ്സുകൊണ്ടേ സാധിക്കുള്ളൂ. അതായത് ഏതൊരു പ്രോബ്ലമാണോ ആ പ്രോബ്ലം തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ്. ഈ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സ് തന്നെയാണ് ഈ സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുന്നതും ആ സൊല്യൂഷൻ നടപ്പിലാക്കാൻ വേണ്ട സ്ട്രെങ്ത് തരുന്നത്. അതായത് സകല സ്ട്രെങ്ത്തും ഇരിക്കുന്നത് മനസ്സിൽ തന്നെയാണ്. അതുകൊണ്ട് മനസ്സ് അതിബലവാനാണ്. എന്നാൽ മനസ്സിനറിയില്ല ഇത്തരം പവറുണ്ട്. അതിന് വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം, നീ ഇത്ര പവർഫുള്ളാണ്, നിന്നെ കൊണ്ട് ഇത് സാധിക്കും. അതിനാണല്ലോ നമ്മൾ മോട്ടിവേഷൻ ആ ക്ലാസ്സുകൾ ഈ ക്ലാസ്സുകളെന്നൊക്കെ പറയാം. വാസ്തവത്തിൽ ഹനുമാനെ നോക്കിയാൽ ശരിക്കും ഇത് മനസ്സിലാക്കാൻ പറ്റും. ഹനുമാൻ എന്ന് പറഞ്ഞൊരു അൺറിയലൈസ്ഡ് മൈൻഡാണ്. കുറേ വർഷങ്ങളോളം ജനിച്ച ഉടനെ മനസ്സിന് ഭയങ്കര പവറായിരിക്കും. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അത് ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കും. അത് ഉടനെ തന്നെ ശരീരം വിട്ട സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ അത് ശ്രമിക്കും. ആ ശ്രമിച്ചതാണ് അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ ആത്മാവിൻ്റെ സ്വഭാവമായിട്ടുള്ള ഈശ്വരതത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ സൂര്യൻ്റെ നേരെ അങ്ങോട്ട് ചാടി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സെൻസസിൻ്റെ കിങ്ങാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ സമ്മതിക്കില്ല. ശരീരത്തിൻ്റെ ബോധം നമ്മളെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഈ കൂട്ടിൽ കിടക്കാൻ അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഇവിടെ തന്നെ ജീവിക്കണം, ഇവിടെ കിടന്ന് നരയിക്കണം എന്നൊക്കെ നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് ആ അടിച്ച് താഴേക്കിടും. ശരിക്കും ആ അടിച്ച് താഴേക്കിടുന്ന സമയത്ത് ആ കുഞ്ഞിന് സകല ഓർമ്മകൾ നഷ്ടപ്പെടുകയാണ്. ഹനുമാന് തൻ്റെ ബലത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ്. കാരണം ഇനിയൊരിക്കൽ ഇത് അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ മെമ്മറി എടുത്തു കളഞ്ഞു എന്നാ പറയുന്നത്. അപ്പം നമ്മൾക്കൊക്കെ ഈ മെമ്മറി ഉണ്ട്. പക്ഷെ ആ മെമ്മറി നമ്മൾ ഇനി അറ്റംപ്റ്റ് ചെയ്യാതിരിക്കാൻ വണ്ണം നമ്മളെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ളതിലൊക്കെ കൊണ്ടുപോയിട്ട് കുടുക്കിയിടുന്ന ഒരു സിസ്റ്റം ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ സിസ്റ്റത്തിനാണ് നമ്മൾ മായ എന്ന് വിളിക്കുന്നത്. അത് കുടുക്കിയിട്ട് കഴിഞ്ഞ് ഹനുമാൻ പിന്നെ അങ്ങോട്ട് വളരണത് ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിക്കുന്നു, അമ്മയും നേരത്തെ മരിക്കുന്നു. ഭഗവാൻ ശരിക്കും അനാഥനായിട്ടാണ് വളരുന്നത്. ഒരു എന്താ പറയുക, അംഗവൈകല്യമുള്ള ഒരു മനുഷ്യൻ, കാഴ്ചയ്ക്ക് സാധാരണ മനുഷ്യരിൽ കൂടാത്തൊരു വിരൂപനെ പോലുള്ള ഒരാൾ എന്ന് തന്നെ വിചാരിക്കുക. ശരീരത്തിന് ബലമൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് തനിക്ക് ഇത്ര ബലമുണ്ടെന്ന് അറിയില്ല ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. പക്ഷേ ഉള്ളിൽ കാര്യങ്ങൾ അറിയണം, പഠിക്കണം എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് അദ്ദേഹം ഒരു സെൽഫ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മളൊക്കെ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം ആത്മവിചാരം ചെയ്തതായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ സൂര്യനാണെന്നാണ് പറയാം. സൂര്യനിൽ നിന്ന് അദ്ദേഹം നല്ല വാക്കുകൾ വൃത്തിയായിട്ട് ഉച്ചരിക്കാനാണ് അത്ര ആദ്യം പഠിച്ചത്. വ്യാകരണം പഠിച്ചു എന്നാണ് പറയാം. അപ്പോൾ സൂര്യന് ഒരു സ്ഥലത്ത് നിന്ന് പഠിപ്പിക്കാൻ ടൈമില്ല. മൂപ്പര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ സൂര്യൻ പറഞ്ഞു, എനിക്കിതിനെ പഠിപ്പിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ എൻ്റെ ഒപ്പം സഞ്ചരിക്കണം. അപ്പോൾ അതുകൊണ്ട് സൂര്യൻ കിഴക്കുന്ന് പുറപ്പെടുമ്പോൾ ആ തേരിൻ്റെ മുന്നിലായിട്ട് സൂര്യനെ ഫേസ് ചെയ്തുകൊണ്ട് ബാക്ക്വേർഡ്സ് ട്രാവൽ ചെയ്യും അത്ര ഹനുമാൻ. ആ ബാക്ക്വേർഡ്സ് ഹനുമാൻ ട്രാവൽ ചെയ്തുകൊണ്ടാണ് അത്ര അദ്ദേഹം ലെസൺസ് പറഞ്ഞു കൊടുക്കലും പഠിക്കുകയും ചെയ്തത്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഹനുമാൻ്റെ വാക്കുകൾ അത്ര ശുദ്ധമായി. ഹനുമാൻ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ സുഖമുള്ള വാക്കുകളത്ര അദ്ദേഹം പറയുള്ളൂ. ശുദ്ധമായിട്ടുള്ള വാക്കുകൾ, അത്ര കൃത്യമായിട്ടുള്ള വാക്കുകൾ. അദ്ദേഹത്തിന് വേറൊരു വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ സ്വരമാധുരി. ഹനുമാൻ്റെ ശബ്ദമാധുരി അത്ര അധികമായിരുന്നു. ഹനുമാനെ പോലൊരു ഗായകനെ കാണാൻ കിട്ടില്ല എന്നാണ് പറയും. നാരദനെ ഹനുമാൻ തോൽപ്പിച്ച കഥയൊക്കെ ഉണ്ട്, പാടി പാറ വെണ്ണയാക്കിയതൊക്കെ ഉണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ള ഗായകനാണ് ഹനുമാൻ. അപ്പം ഹനുമാൻ സ്വാമി മനുഷ്യൻ്റെ മനസ്സാണെന്നും ആ മനസ്സ് അൺടൈംഡ് ആണെങ്കിൽ അത് വയലൻ്റ് ആവുന്നു, അത് ടൈംഡ് ആണെങ്കിൽ അത്
ഒതുങ്ങിയിരിക്കുന്നു. അതിൻ്റെ സ്ട്രെങ്ത് പറഞ്ഞു കൊടുക്കാൻ ജാമ്പവാനെ പോലെ അറിവുള്ള ഒരാൾ വന്നിട്ട് വേണം നിന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് പറയാൻ. അങ്ങനെ ശരിക്കും ഹനുമാൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഹനുമാൻ്റെ ആദ്യത്തെ കാലത്ത് ഹനുമാൻ തൻ്റെ സ്ട്രെങ്ത് അറിയില്ല. എന്നാൽ ആ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ടുള്ള മറ്റു ശത്രുക്കളുണ്ട്, ബാലിയെ പോലുള്ളവർ. അതുകൊണ്ടാണ് ബാലിക്കറിയാം ഇവൻ ഇത്രയും ശക്തിയുള്ളവരാണെന്ന്. ഗർഭാവസ്ഥയിൽ ഹനുമാൻ കിടക്കുമ്പോൾ അഞ്ജനയുടെ ഗർഭത്തിലേക്ക് ഈയമുരുക്കി ഒഴിച്ചു ബാലി, ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. തനിക്കൊപ്പം ഒരു സ്ട്രെങ്ത് ഉള്ള ഒരാൾ ഉണ്ടാവരുതെന്നുള്ളതുകൊണ്ട്. എന്നിട്ട് രക്ഷപ്പെട്ട് പുറത്ത് വന്നിട്ടും ആ ശരീരത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് അദ്ദേഹത്തിനെ വജ്രംഗബലി, വജ്രതുല്യമായിട്ടുള്ള ശരീരമുള്ള ബലവാനായിട്ടുള്ള ആളെന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അതൊക്കെ ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ്. ഇതൊരു വിചിത്ര ടോപ്പിക്കാണ്. ഇന്നവരെ ആരും എവിടെയും ഈ ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഗുരുവായൂരപ്പൻ ചിലപ്പോൾ ഇവിടേക്ക് വെച്ചതായിരിക്കും. ഇത് ഞാൻ വളരെ കാലമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഹനുമാൻ അനവധി വർഷം ഒരു വേലക്കാരനായിട്ടാണ് ജീവിച്ച്. എത്രയോ വർഷം ബാലിയുടെ വേലക്കാരൻ. ബാലിയുടെ അടുത്ത് നിന്ന് സുഗ്രീവൻ അടിയായി പോയപ്പോൾ സുഗ്രീവൻ്റെ കൂടെ ആ ധർമ്മം വിചാരിച്ചിട്ട് ബാലി ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സുഗ്രീവൻ്റെ നിഷ്കളങ്കത അറിയാവുന്നതുകൊണ്ട് സുഗ്രീവൻ്റെ കൂടെ പോയി. ബാലി ഒരിക്കലും ഹനുമാനെ നേരിട്ട് എതിർത്തിട്ടില്ല. പറയാൻ ബാലിക്ക് ആരെതിർത്താലും ഭഗവാനാണെങ്കിൽ പോലും നേരെ വന്നു നിന്നാൽ പകുതി ബലം ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ടാണ് ശ്രീരാമൻ ഒളിഞ്ഞു നിന്ന് വന്നത്. ശ്രീരാമൻ നേർക്ക് പോയിട്ട് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ശ്രീരാമൻ്റെ നാരായണൻ്റെ പകുതി ബലം ബാലിക്ക് കിട്ടിയനെ. ബാലിയുടെ വരം അങ്ങനെയാണ്, അത് ഈശ്വരന് പോലും മാറ്റാൻ പറ്റില്ല. അപ്പം സുഗ്രീവൻ്റെ ഒരു അടിയാളനായിട്ട് ജീവിക്കുന്ന കാലത്ത് ഹനുമാൻ്റെ ജോലി എന്താ? മരങ്ങളിൽ ഇരിക്കുക. ആരെങ്കിലും സുഗ്രീവനെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചാരൻ്റെ ജോലിയാണ്. ഫുൾ ടൈം ഇതാണ് പണി. പക്ഷെ ആ വെറുതെ ഇരിക്കുന്ന നേരത്താണ് അദ്ദേഹത്തിൻ്റെ ധ്യാനവും ആത്മവിചാരങ്ങളും ഒക്കെ നടക്കുന്നത്. എന്നാലും ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമില്ല. തൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്നറിയില്ല. താൻ എന്തിനു ജനിച്ചു, താൻ എവിടേക്കാണ് പോണത്, ഈ ജീവിതം എങ്ങനെ ഒടുങ്ങും, ഇതൊന്നും പുള്ളിക്കറിയില്ല. നമ്മുടെ 99% ആൾക്കാരെ മാതിരി ലക്ഷ്യമില്ലാത്ത മനസ്സ്. ആദ്യം നമ്മൾ കുറേ കാലം എന്തൊക്കെയോ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് പഠിക്കുന്നു. പിന്നെ കുറേ ജോലിയിൽ വരണം പറഞ്ഞ് പഠിക്കുന്നു. പിന്നെ കുറേ കാലം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. കുറേ കാലം ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി. ഇങ്ങനെ പോയി ഒരു ഘട്ടത്തും ഈ പറഞ്ഞ ആരും ചിലപ്പോൾ ഇല്ലാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ ഇവരൊക്കെ സെറ്റിലാവും. ഇവർക്കൊന്നും നമ്മുടെ സമയം ആവശ്യമില്ല എന്നൊരു ഘട്ടം വരും. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഈ അവസ്ഥയാണ് മനസ്സിൻ്റെ. ഇത് ഹനുമാനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ശരിക്കും. അങ്ങനെ ഹനുമാൻ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഏറ്റവും ദുർബലനായിട്ടിരിക്കുന്ന കാലത്താണ് വാസ്തവത്തിൽ ഒരു വലിയ സംഭവം നടക്കണം. കാട്ടിൽ കൂടെ 2 ചെറുപ്പക്കാർ വരുന്നു. ഒരു 28 വയസ്സും ഒരു 27 വയസ്സും 26 വയസ്സുമുള്ള 2 പേര്. ഒരാൾ കറുത്ത് നല്ല ഉയരം, മറ്റൊരാൾ വെളുത്ത് നല്ല ഉയരം. 2 പേരും കണ്ട ഇരട്ടകളാണ്. നിറത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 2 പേരും ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ച് സന്യാസിമാരുടെ പോലെ താടി മീശയൊക്കെ ഉണ്ട്. നമ്മൾ കാണുന്ന മാതിരി ക്ലീൻ ഷേവൊന്നുമല്ല, കലണ്ടറിൽ കാണുന്ന പോലെ. കാട്ടിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. താടി മീശയൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതും അനവധി ദിവസമായി അവർ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടെന്ന് കണ്ടറിയാം. വളരെ മനസ്സ് തകർന്നു വരുന്ന പോലെയാണ് ആ മുന്നിൽ വരുന്ന ആളെ കണ്ട. രണ്ടാമത് പുറകെ വരുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ, ആ വെളുത്ത ആളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മുഖത്തുള്ള കോപവും നിരാശയും എല്ലാം കൂടെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ അമ്പും വില്ലും ഒക്കെ ആയിട്ട് ആരും ഇവർക്ക് വിശ്വാസമില്ല. അവരെ കണ്ടറിയാം. അവർ ഈ ലോകത്തിൽ ആരും വിശ്വസിക്കുന്നില്ല ഇപ്പോൾ. അതാണ് അവരുടെ അവസ്ഥ. എന്തോ ഒരു വലിയ ദുരന്തം വരുന്ന പോലെ 2 ചെറുപ്പക്കാർ ഇങ്ങനെ വരുന്നതാണ്. ആദ്യം ഹനുമാൻ്റെ മനസ്സിൽ ആ 2 പേരോടും കാണുന്ന മാത്രയിൽ, ശത്രുക്കൾ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്, പക്ഷെ കാണുന്ന മാത്രയിൽ ഹനുമാൻ്റെ മനസ്സിൽ എൻ്റെ എന്നൊരു ചിന്ത അത്ര ആദ്യം വരണം. ഈ 2 പേരെ കാണുമ്പോൾ എൻ്റെ എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഒരു സ്ഫോടനം പോലെ അങ്ങോട്ട് ഉണ്ടായി എന്നാണ് പറഞ്ഞു. ആ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ മുതിർന്ന ആളെ കാണുമ്പോൾ ഹനുമാൻ്റെ ഹൃദയം അങ്ങോട്ട് ഒരു കാരണമില്ലാണ്ട് കരയുക എന്ന് പറയില്ലേ, കണ്ണിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുക, നെഞ്ചിങ്ങനെ പിടയ്ക്കുക. ആ ആളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഓടിച്ചെല്ലണം തോന്നുക. പക്ഷെ ബുദ്ധി സമ്മതിക്കില്ല. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഭഗവാൻ അടുത്ത് വന്ന് നിന്നാലും നമ്മുടെയൊക്കെ അവസ്ഥയാണ്, സമ്മതിക്കില്ല. എന്തോ കുഴപ്പമുണ്ട്. ഇവന്മാർ കയ്യിൽ അമ്പും വില്ലുമായിട്ടാണ് വരുന്നത്. സുഗ്രീവനെ തട്ടാൻ അയച്ച മേഴ്സിനറീസാണോ? ബാലി പലതരത്തിലും നോക്കുന്നുണ്ട്. അപ്പോൾ മേഴ്സിനറീസ് ആണെന്നുണ്ടെങ്കിൽ ഇവരെ ആദ്യം അറിയണം. ആദ്യം അങ്ങോട്ട് കയറി ആക്രമിച്ചാലോ എന്ന് ആലോചിക്കുന്നു. പക്ഷെ പിന്നെ വിചാരിക്കും വേണ്ട, ആക്രമിക്കണ്ട. അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. എൻ്റെ ഈ രൂപം കണ്ട് അവർ എന്നെ ആക്രമിക്കും. അതുകൊണ്ട് അവർ ബഹുമാനിക്കാൻ തക്കവണ്ണമുള്ളൊരു പാകത്തിന് കണ്ടിട്ട് രാജകുലത്തിൽപ്പെട്ട ആൾക്കാരാ തോന്നുന്നു. എങ്ങനെയാണെങ്കിലും ചെല്ലാം എന്ന് പറഞ്ഞാൽ ആ മരത്തുനിന്ന് ഇറങ്ങി ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ, അദ്ദേഹത്തിന് ഈ കഴിവുകളൊക്കെ ഉണ്ട്. ഒരു ബ്രാഹ്മണ, ഒരു വടുവിൻ്റെ വേഷത്തിൽ അദ്ദേഹം ആ കാട്ടിൻ്റെ അകത്ത് കൂടെ വളരെ വിവശനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വയസ്സൻ്റെ രൂപത്തിൽ അങ്ങോട്ട് നടന്നു എന്നാണ്. ഓരോ ചുവട് വെക്കും തോറും
ഹനുമാൻ്റെ ശരീരം ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങിയെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് താൻ എത്രയോ വർഷങ്ങളായിട്ട് തേടി നടക്കണ എന്തോ ഒരു സംഭവം കിട്ടാൻ പോണ ഫീലാണ്. എന്താണെന്ന് അദ്ദേഹത്തിന് ഡിഫൈൻ ചെയ്യാൻ അറിയുന്നില്ല. അവിടെ ഈ രണ്ട് വ്യക്തികളുടെ മുന്നിൽ ചെന്ന ഉടനെ ഇവർ ആദ്യം അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയുണ്ട്, അവർ അസ്ത്രത്തിലാണ് അവരുടെ കൈ പോകുന്നത്. പക്ഷേ ബ്രാഹ്മണനാണെന്ന് കാണുമ്പോൾ രാമൻ ലക്ഷ്മണൻ്റെ കൈ പിടിച്ചിട്ട് ഒന്നും ചെയ്യേണ്ടെന്ന് പറയും, ഒരാംഗ്യത്തിൽ. അപ്പോൾ ഇദ്ദേഹം ഉടനെ തന്നെ ഇവരെ കണ്ടിട്ട് തൊഴുതിട്ട്, നിങ്ങൾ രണ്ടുപേരും ഈ കാട്ടിൽ എങ്ങോട്ടാ പോകണമെന്നാണ് ചോദിക്കുന്നത്. ഈ കാട് വളരെ അപകടം പിടിച്ചാണ്, ഇത് ബാലി എന്ന് പറയുന്ന രാജാവിൻ്റെ ഏരിയയാണ്, നിങ്ങളിങ്ങനെ തനിയെ യാത്ര ചെയ്യാൻ പാടില്ലാത്തതാണെന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മണൻ പറയും രാമൻ്റെ ചെവിയിൽ, ഇവൻ ഏതോ ഒരു അസുരനോ രാക്ഷസനോ, ഇവൻ വേഷം മാറി വന്നിരിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ, ഇവൻ ഇപ്പം തന്നെ കൊല്ലുകയാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇവൻ നമുക്ക് വലിയ ചതി ഉണ്ടാക്കും പറയും. ആ സമയത്ത് ഭഗവാൻ പറയും, ലക്ഷ്മണ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, ഇവൻ കാഴ്ചയ്ക്ക് വിരൂപനായിട്ടുള്ളൊരു ബ്രാഹ്മണനൊക്കെ ആണെങ്കിലും അവൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിച്ചോ, അവൻ എത്ര അടുക്കും ചിട്ടയോടെയാണ് ആ ഓരോ വാക്കുകൾ പറയുന്നത്, അതിലെ സ്ഫുടത ശ്രദ്ധിച്ചോ. അസാമാന്യ വിദ്വാനല്ലാത്ത ഒരുത്തന് ഇങ്ങനെ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ചു നേരം കൂടെ നോക്കാം, നീ പറഞ്ഞ പോലെ അവൻ കുഴപ്പക്കാരനാണെങ്കിൽ ആ നിമിഷം നമുക്കവനെ വധിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയും, ഞാനിങ്ങനെ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ശ്രീരാമനും ഇവൻ എൻ്റെ അനിയൻ ലക്ഷ്മണനുമാണ്, ഈ വൃത്താന്തമൊക്കെ പറയും. എൻ്റെ ഭാര്യയായിട്ടുള്ള സീതയെ കാണാതായിരിക്കുകയാണ്, അങ്ങനെ ജടായു എന്ന് പറഞ്ഞ പക്ഷി പറഞ്ഞു കൊണ്ടുപോയി, ഇപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിച്ചിറങ്ങിയതാണ് എന്ന് പറഞ്ഞ് കഴിയുന്ന സമയത്ത് ഈ ദേവി ആകാശമാർഗം പോകുമ്പോൾ ഒരു ചൂടാരത്നം താഴേക്ക് വലിച്ചെറിഞ്ഞതൊക്കെ ഇവിടെ കൊട്ടാരത്തിൽ കിട്ടിയിട്ടുണ്ട്. സുഗ്രീവൻ്റെ കയ്യിൽ ഈ സാധനമൊക്കെ ഇരിപ്പുണ്ട്. ഏതോ ഒരു സ്ത്രീയാണെന്നേ അറിയുള്ളൂ ഇവർക്ക്, ഈ കാട്ടിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ വലിച്ചെറിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഹനുമാൻ അറിയാം. അപ്പോൾ ഇത് ജെനുവിനാണെന്ന് ഹനുമാൻ മനസ്സിലായപ്പോൾ അദ്ദേഹം ആ രൂപം മാറ്റിയിട്ട്, എൻ്റെ രൂപം ഇതാണ് യഥാർത്ഥത്തിൽ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഉൾപ്രേരണ കൊണ്ട് അദ്ദേഹം ശ്രീരാമനെ നമസ്കരിച്ചു. പിന്നെ വഴി കാണിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും കാല് വേനിക്കും, കാരണം ഇത് വളരെ ദുർഘടമായിട്ടൊരു വഴിയാണ്, രണ്ടുപേരും എൻ്റെ ചുമലിൽ കയറിക്കോളും എന്ന് പറഞ്ഞിട്ട് ശരീരത്തിനെ വലുതാക്കി ചുമലിൽ കയറ്റിയിട്ട് ഇദ്ദേഹം പോയി. ഇങ്ങനെയാണ് ഇവർ ആദ്യം കണ്ടുമുട്ടുന്നത്. വാസ്തവത്തിൽ ആ നിമിഷമാണ് ഹനുമാൻ തൻ്റെ ലൈഫിൻ്റെ പർപ്പസ് തിരിച്ചറിഞ്ഞത്. പിന്നെ ഹനുമാൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ രാമനാണ് ഹനുമാൻ്റെ ലൈഫിൻ്റെ പർപ്പസ്. രാമൻ പിൽക്കാലത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ദേഹമായിട്ടാണ് ഞാൻ എന്നെ കാണണമെങ്കിൽ ഞാൻ അങ്ങയുടെ ദാസനാണ്, ജീവനായിട്ടാണ് ഞാൻ അങ്ങയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ ഭക്തനാണ്, ആത്മാവായിട്ടാണ് ഞാൻ എന്നെ കാണണമെങ്കിൽ ഞാനും അങ്ങ് ഒന്ന് തന്നെയാണെന്ന് പറയും. ഇതാണ് അദ്വൈതം ദ്വൈതം അല്ലേ? എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ദേഹമാണെന്നുള്ള നമ്മളൊക്കെ വിശ്വസിക്കുന്നത്, നമ്മൾ ഭഗവാന്റെ അടിയാളനാണ്. ഇനി ഞാൻ ജീവനായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഭഗവാനാണ്, ഞാൻ നിൻ്റെ ഭക്തനാണ്. അടുത്ത സ്റ്റേജിൽ എത്തുമ്പോൾ ഈ ആത്മാവായിട്ടാണ് ഞാൻ എന്നെ കാണണമെങ്കിൽ ഞാനും നീ തമ്മിൽ വ്യത്യാസമില്ലാതെ എത്ര സ്പഷ്ടമായിട്ടാണ് ഹനുമാൻ ഉത്തരം കൊടുക്കുന്നതെന്നുള്ള. അപ്പോൾ അങ്ങനെ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തിൽ തന്നെ സർവസ്വമായിട്ട് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുക ചെയ്തത് ശരിക്കും ഹനുമാൻ. രാമൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മം എന്നാണ്. ദശരഥൻ തൻ്റെ ആദ്യത്തെ മകനാ പേരിട്ടു എന്നുള്ളൂ. ഇത് ഞാൻ എല്ലാവിടെയും പറയാറുണ്ട്. അല്ലാണ്ട് ശ്രീരാമൻ എന്ന ശരീരത്തിനല്ല രാമൻ എന്ന് വിളിക്കുന്നത്. രാമനായിട്ട് ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പേ രാമശബ്ദം ഭൂമിയിലുണ്ട്. അത് ബ്രഹ്മത്തിൻ്റെ പേര്. അതുകൊണ്ടാണ് രാമനാമം ശിവൻ ചെല്ലുന്നു എന്ന് പറയുന്നത്. അതിവിടെ ആൾക്കാർ ശ്രീരാമസ്വാമിയെ ശിവൻ ധ്യാനിക്കണമെന്നാക്കി മാറ്റി. തെറ്റൊന്നുമില്ല. കാരണം ശിവനെപ്പോലെ ഒരാൾ ഭൂമിയിൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് രാമൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്ര ഇഷ്ടം. ഭഗവാൻ ഏറ്റവും ഇഷ്ടം തന്നെപ്പോലെ സകലതും ത്യജിച്ച് നടക്കുന്ന ഒരാളെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ശിവൻ തന്നെയാണ് ഹനുമാനായിട്ട് ജനിച്ചത് എന്നുള്ള നമ്മുടെ കഥകൾ വരുന്നത്. ശിവൻ നാരായണനെ കൂട്ടായിട്ട് ഈ അവതാരത്തിൽ ഹനുമാനായിട്ട് ജനിച്ചു, വായുവിൻ്റെ പുത്രനായിട്ട് ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശിവൻ ആത്മാവും വായു പ്രാണനുമാണ്. ആത്മാവിൻ്റെയും പ്രാണൻ്റെയും അംശമില്ലാണ്ട് ഒരാളുടെ ശരീരത്തിൽ മനസ്സുണ്ടാവില്ല. മനസ്സ് പടച്ചാൽ ശ്വാസത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇൻ്റർ കണക്റ്റഡാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡാണ്. അപ്പോൾ ഇത്രമാത്രം ബ്രഹ്മത്തെ രാമൻ്റെ രൂപത്തിൽ സാക്ഷാത്കരിച്ച ഹനുമാൻ ജാമ്പവാൻ്റെ ഉപദേശമൊക്കെ കൊണ്ട് താൻ ആരാന്ന് തിരിച്ചറിയുന്നു.
മല പോലെ വളരണു. അനവധി ചുവടുകൾ പുറകോട്ടെടുത്തിട്ട് നമ്മൾ പുറകോട്ട് ഓടിയിട്ട് പിന്നെ മുന്നോട്ടേക്ക് ഓടുന്ന മാതിരി ഒരു ക്ലിഫിൻ്റെ മുകളിൽ കയറിയിട്ട് അതിഗംഭീരമായിട്ടുള്ള ആ സമുദ്രലംഘനമൊക്കെ നടത്തി ലങ്കയിൽ ചെന്ന് അമ്മയെ കണ്ട് ലങ്ക കത്തിച്ച് തിരിച്ചു വന്ന് പിന്നെയും ചിറകെട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഥകളുടെ ഇതാണ്. അവസാനം പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് സീതയ്ക്ക് രാമൻ മനോഹരമായിട്ടുള്ളൊരു രത്നമാല കൊടുക്കുമ്പോൾ സീത അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണം പറഞ്ഞ് നോക്കിയിട്ട് ഹനുമാന് സമ്മാനിക്കുമ്പോൾ ഹനുമാൻ അതിനെ കടിച്ചും പൊട്ടിച്ചിട്ടും ചവിട്ടി അടിച്ചും നോക്കും. അത് കാണുമ്പോൾ സീതയ്ക്ക് ദേഷ്യം വരും. ഇത്രയും സഭയുടെ മുന്നിൽ അത് ചെയ്യുന്നത് ആ വാനര സ്വഭാവം കാണിച്ചു എന്നാണ് പറഞ്ഞു. കടിച്ചു പൊട്ടിച്ചിട്ടും ഒക്കെ നോക്കും പുള്ളി. ആ നോക്കുന്ന സമയത്ത് എന്താ നോക്കണം നീ എന്താ പൊട്ടിച്ചു ചോദിക്കും. ഇതിൽ രാമനുണ്ടോ നോക്കിയതാ അമ്മയെ പറയും. അതെന്താ രാമനുള്ളതേ നീ സ്വീകരിക്കുള്ളൂ, നിനക്ക് അതിന് മാത്രം രാമൻ നിൻ്റെ അകത്തുണ്ടോ എന്ന് രാമൻ ചോദിക്കും. അപ്പോഴാണ് അത്ര നെഞ്ചു കയറി കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതാണ് ഭഗവാന്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റാണ്. അപ്പോൾ നമ്മൾ ജ്യോതിഷത്തിൽ പറയും ശനിക്കും ചൊവ്വയ്ക്കും പരിഹാരത്തിന് ഹനുമാനെ ഒറ്റയടിക്ക് ഉപാസിച്ചാൽ മതി എന്ന് പറയും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹനുമാൻ ഒരേ സമയം ബാരിയറാണ്. അപ്പോൾ ചൊവ്വയ്ക്ക് മാഴ്സിനും പ്രധാനമാണ്. ഹനുമാൻ ഹൈറ്റ് ഓഫ് ഡിസിപ്ലിനാണ്. ശനിയാണ് ഹൈലി ഡിസിപ്ലിൻ ഡിമാൻഡ് ചെയ്യുന്നത്. ശനി ദശാകാലത്താണ് നമ്മൾ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് ശനി ഇത്രട്ട് അരയ്ക്കണത്. നമ്മളങ്ങോട്ട് ഏറ്റവും കൂടെ നമ്മുടെ പൂർവ്വകർമ്മം നമുക്ക് തരുന്നത് ശനിയാണ്. ഹയസ്റ്റ് ടാസ്ക് മാസ്റ്റർ. ഗ്രഹങ്ങളിൽ ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ശനിയെ മാത്രമാണ്. ശനി ഈശ്വരൻ എന്ന് വിളിക്കും. ഈ ശനിയും ചൊവ്വയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ശനി പ്രാണനാണ്, വായുവാണ്. ചൊവ്വ തീയും കാറ്റും കൂടെ ചേർന്ന് എന്താ ഉണ്ടാവുക എന്നറിയാലോ. ഒന്നുമില്ലെങ്കിൽ കാറ്റിന് ശക്തി കൂടിയാൽ തീ കെടും. തീക്ക് ശക്തി ഉണ്ടെങ്കിൽ കാറ്റടിച്ചു കൊടുത്താൽ തീ കൂടുതൽ ശക്തിപ്പെടും. ചൊവ്വയും ശനിയും കൂടെ ഒറ്റ രാശിയിൽ വന്ന മഹാപകട അഗ്നിമാരുത യോഗം എന്ന് പറയും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. മാർച്ച് 28 തുടങ്ങി അഗ്നിമാരുത യോഗം ഇപ്പോൾ നടക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഈ കഥ പറയണം. അഗ്നിമാരുത യോഗം തുടങ്ങിയിട്ട് ഇന്ന് 2ാം ദിവസമാണ്. പ്രപഞ്ചത്തിൽ മൊത്തം അതിൻ്റെ വ്യത്യാസം കാണും. അത് ജാതകാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. സകല ആനിമേറ്റും ഇനാനിമേറ്റും ആയിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ബാധിക്കുന്നുണ്ട് ഈ 2 പ്ലാനറ്റ്സിൻ്റെ എന്താ പറയുക പവർ. അപ്പം ഇത് രണ്ടെണ്ണത്തിനെയും ചേർത്തിട്ട് ഉപാസിച്ച് ശാന്തമാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഹനുമാനാണെന്ന്. മാഴ്സിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പവർ വീൽഡ് ചെയ്യുമ്പോഴും അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്. ഞാൻ എപ്പോഴും പറയാറില്ല സ്പൈഡർമാനിൽ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും അല്ലേ. അതുതന്നെയാണ് ശരിക്കും. ആ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് ഹനുമാനിൽ. മാഴ്സിൻ്റെ ഒരു സ്വഭാവമാണ്. ഹനുമാൻ്റെ സ്വഭാവം അതേപോലെ തന്നെയാണ്. സംടൈംസ് യു വിൻ, സംടൈംസ് യു മേക്ക് അതേഴ്സ് വിൻ. അതാണ്. അല്ലാണ്ട് ദർ ഇസ് നോ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് സംഭവം ഇല്ല. അതാണ് ശരിക്കും മാഴ്സിൻ്റെ ഏറ്റവും വലിയ ടീച്ചിങ്. അതുതന്നെ ഹനുമാൻ. ശനിയിൽ വന്നാലോ, ശനി എന്ന് പറഞ്ഞാൽ മദ്യത്തിനെതിരാണ്, മാംസത്തിനെതിരാണ്, ഭോഗത്തിനെതിരെ, എല്ലാത്തരം മനുഷ്യനെ മായയിലേക്ക് പിടിച്ച് വലിക്കുന്ന കുഴപ്പം പിടിച്ച സകലത്തിനെതിരാണ് ശനി. ശനിദശാകാലത്ത് ഇതൊക്കെ കുറയ്ക്കാൻ പറയും. കാരണം അത് ചെയ്താൽ മതി. വേറെ ഒരു അമ്പലത്തിലും പോകണ്ട, ശബരിമലയിലും പോകണ്ട, ശിവനെയും തൊഴണ്ട, ഹനുമാനെയും തൊഴണ്ട, ആരെയും തൊഴണ്ട. ഡിസിപ്ലിൻഡ് ആയിട്ടിരുന്നാൽ മതി. ഭക്ഷണം നിയന്ത്രിക്കുകയാണ് അതിൽ ആദ്യത്തെ കാര്യം. പിന്നെ ശരീരം തണുക്കും, ഭയങ്കര മടി വരും. മന്ദൻ നമ്മൾ മാന്ന് എഴുതി വയ്ക്കുക ജാതകത്തിൽ തന്നെ. മന്ദൻ എല്ലാം മെല്ലെയാക്കും. നമ്മൾ ഇന്ന് തീരുമാനിക്കും നാളെ നമുക്കത് ചെയ്യാം, രാവിലെ അടിച്ച് വേണ്ട, ശനിയാണ്. എന്നാൽ ഈ ശനിയെ കൊണ്ട് ഗുണമുണ്ട്. കല്യാണം നടക്കണമെങ്കിൽ ശനി വേണം, വാഹനം വാങ്ങണമെങ്കിൽ ശനി വേണം, സ്വന്തം വീട് വേണമെങ്കിൽ ശനി വേണം. ഈ 3 സാധനവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട്, ഒരു ടച്ചെങ്കിലും ഇല്ലാണ്ട്, അതിന് ദശാകാലമൊന്നും ആവണമെന്നില്ല. എവിടെയെങ്കിലും നോക്കിയാൽ ശനി ദശയായിരുന്നില്ലല്ലോ. ഞാൻ വീട് മേടിച്ചപ്പോൾ പറയും ജാതകം നോക്കിയാൽ കാണാം ശനിയുടെ ഒരു അപഹാരം പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ മൂപ്പര് അന്ന് ഒന്ന് തൊട്ടിട്ടുണ്ടാവും, ഒരു ഗ്രഹദൃഷ്ടി വന്നിട്ടുണ്ടാവും. ഈ 3 സാധനം അദ്ദേഹം ഇല്ലാണ്ട് കിട്ടില്ല. അപ്പോൾ ഡിസിപ്ലിനുമാണ്, റിവാർഡുമാണ്. ഹനുമാനിൽ ശരിക്കും ഇത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആ ഭഗവാൻ രാമനെ അല്ലാണ്ട് വേറൊരാളെ ഉപാസിച്ചിട്ടില്ല, ഒരിക്കലും ഉപാസിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഹനുമാൻ കൃഷ്ണനെ കണ്ടാൽ എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അതാണ് ഇന്നത്തെ ടോപ്പിക്. കൃഷ്ണൻ, ഹനുമാൻ, ഈ 2 മഹാസ്തംഭങ്ങൾ നമ്മുടെ എന്താ പറയുക പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇവരെ പോലെ പ്രസിദ്ധരായിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങൾ ശരിക്കും കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. രാമനും മഹാദേവനും ദേവിയും ഒക്കെ അവിടെ നിൽക്കത്തന്നെ കൃഷ്ണൻ, ഹനുമാൻ എന്ന് പറയുമ്പോൾ ഒന്ന് എന്താ പറയുക ജീവിതത്തിൻ്റെ സകല ആർഭാടങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുകയും എന്നാൽ മനസ്സിനെ അങ്ങനെ പിടിച്ചു നിർത്തുകയും ചെയ്ത ഒരാൾ, മറ്റൊരാൾ മഹാശക്തിമാനായിട്ട് എന്തിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടായിട്ടും മനസ്സിനെ പിടിച്ചു നിർത്തിയ ഒരാൾ. ഇതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന
ഒന്ന് സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവം, ഒന്ന് ശരീരത്തിൻ്റെ ഒരു വലിയൊരു വൈകല്യമുണ്ടായിട്ട് ഉന്നതിയിലേക്ക് എത്തിയ മറ്റൊരാൾ. വേറൊരാളെ പിന്നെ പറയാൻ പറ്റുന്ന കുബേരനാണ്. കുബേരൻ ഇതേമാതിരി ഒരു മഹാസാധകനായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാന്റെ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ, ഒരു ഭക്തൻ ഭക്തി കൊണ്ട് ദൈവമായിട്ടുണ്ടെങ്കിൽ അത് ഹനുമാനാണ്. ഒരു ഭക്തൻ ഭക്തി കൊണ്ട് ദൈവമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിളും തപ്പണ്ട, ഹനുമാനാണ്. ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഭക്തനെ നമുക്ക് വേറെ കാണാൻ കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാരിയർ ക്വാളിറ്റീസ് പോലും സെക്കൻഡറി വരുള്ളൂ. നമ്മളെപ്പോഴും ഭക്ത ഹനുമാൻ എന്നാണ് പറയുക, അല്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭക്തപ്രിയനായിട്ടുള്ള ഒരാളും പരമഭക്തനായിട്ടുള്ള ഒരാളും, രാമൻ തന്നെ പല ഘട്ടങ്ങളിലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, രാമനെ അല്ലാണ്ട് വേറെ ഒന്നിനെ അംഗീകരിക്കാത്ത ഒരാൾ, സോ ഫോക്കസ്ഡ് ഓൺ രാമൻ. അങ്ങനെയുള്ള ഈ ഹനുമാൻ സ്വാമി കൃഷ്ണനും അനവധി സിമിലാരിറ്റീസ് ഉണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ അനവധി സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത സിമിലാരിറ്റീസ് ഉണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സിമിലാരിറ്റീസ് പറയാം, എന്നിട്ട് ഞാൻ കുറച്ച് കഥകളൊക്കെ ചുരുക്കി പറയാം. ഒരു പ്രധാന സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ, ഇവർ രണ്ടുപേരുടെയും വാസസ്ഥാനം പാരിജാത വൃക്ഷത്തിൻ്റെ താഴെയാണ്. പാരിജാതം എന്ന് പറഞ്ഞാൽ നമ്മൾ പവിഴമല്ലിപ്പൂവേ പറയും. നമ്മുടെ നാട്ടിലൊക്കെ പവിഴമല്ലി എന്ന് പറയും. നല്ല മണ, രാവിലെ നേരത്തെ പോയി പറിക്കാൻ ഭയങ്കര രസമാണ്. വീണ് കിടക്കുന്നുണ്ടാവും നിലത്തൊക്കെ. അവർ റെഡ് സ്റ്റെം ഉണ്ടാവും, വെള്ള എതലായിട്ട്. പവിഴമല്ലി സിനിമയിൽ പാട്ടില്ലേ, പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പറഞ്ഞ. അപ്പോൾ ആ പാരിജാത വൃക്ഷത്തിൻ്റെ താഴെയായിട്ടാണ് ഇവരെ രണ്ടുപേരെയും ധ്യാനിക്കുക സാധാരണ. നമ്മൾ ഉദാഹരണത്തിന് ആഞ്ജനേയമതി പാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാന നന്ദനം. ഇതാണ് നമ്മളൊരു പ്രസിദ്ധമായിട്ടുള്ള ഹനുമാൻ ശ്ലോകമാണ്. ഇതിൽ പാരിജാത തരുമൂലവാസിനം, പാരിജാത വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കണമെന്ന് വ്യക്തമായിട്ട് ധ്യാനത്തിൽ വരുന്നുണ്ട്. ഈ പാരിജാത വൃക്ഷം ഇദ്ദേഹത്തിന് മാത്രമല്ല, രാജഗോപാലസ്വാമിക്ക് ഭഗവാന് വളരെ വിശേഷമാണ്. നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള, അല്ലെങ്കിൽ സുബ്ബലക്ഷ്മിയുടെയൊക്കെ വെർഷൻസിൽ നമുക്ക് കേൾക്കാം, ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി, അല്ലേ, ആസീനം അംബുജശ്യാമം ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിത വക്ഷസം രുക്മിണീ സത്യഭാമാഖ്യാം സഹിതം കൃഷ്ണവാസറേ. അവിടെയും ഛായായാം പാരിജാതസ്യ, പാരിജാതത്തിൻ്റെ തണല് എന്ന് പറഞ്ഞു. ഇതെന്താ ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കുന്ന സിമിലാരിറ്റി ആണോ എന്ന് ചോദിക്കും. ഓരോ ദേവതയ്ക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വസ്ത്രമാവട്ടെ, ഇരിക്കുന്ന സ്ഥലമാവട്ടെ, ആയുധങ്ങളാവട്ടെ, അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. അല്ലാണ്ട് വെറുതെ ചുമ്മാ പോയിട്ട് ആ മരത്തിൻ്റെ താഴെയിരുന്നു, ഈ മരത്തിൻ്റെ താഴെയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പാരിജാത വൃക്ഷത്തിൻ്റെ താഴെ സ്വർണസിംഹാസനത്തിൽ സത്യഭാമ രുക്മിണിമാരോട് കൂടിയിരിക്കുന്ന കൃഷ്ണനെ ധ്യാനിക്കാനാണ് സാധാരണ പറയാറ്. അപ്പോൾ ഇവരുടെ സ്ഥാനങ്ങൾ ധ്യാനത്തിൽ തന്നെ താന്ത്രികമായിട്ട് അപ്പോൾ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതിപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അത് തന്ത്രം പഠിക്കുകയാണെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് പാരിജാത വൃക്ഷം എന്ന് നമുക്ക് വരേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഒന്നാമത്തെ ആരാധിക്കപ്പെടുന്ന രൂപത്തിൽ തന്നെ ഇവരുടെ ഒരു സിമിലാരിറ്റിയാണ്. വേറെ ശിവനെ പാരിജാതത്തിൻ്റെ താഴെ പറയാറില്ല, അമ്മയെ പാരിജാതത്തിൻ്റെ താഴെ പറയുന്നില്ല, സുബ്രഹ്മണ്യ സ്വാമിയെ പറയുന്നില്ല, ഗണപതിയെ പറയുന്നില്ല. ഇതെന്താ പാരിജാതത്തിൻ്റെ താഴെ? ശ്രീരാമനെ പോലും പറയുന്നില്ല. അപ്പം പിന്നെ ഇവിടെ എങ്ങനെ വന്നു? കൽപ്പവൃക്ഷത്തിൻ്റെ താഴെയുള്ളതൊക്കെ ശ്രീരാമന് വരാറുണ്ട്, വരുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഒരു പുണ്യമായിട്ടുള്ള ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ താഴെ ഇവരെ രണ്ടുപേരെയും ധ്യാനിക്കുന്ന ഒരു സിസ്റ്റം. ഇനി രണ്ടാമത്തെ, അവരുടെ ജീവിതത്തിലെ കർമ്മത്തിനെ എടുത്തു നോക്കിയാൽ അവർ രണ്ടുപേരും ഒരേ ജോലി ചെയ്ത ആൾക്കാരാണ്. രണ്ടുപേരും ദൂതന്മാരായിരുന്നു. രണ്ടുപേരുടെ ദൂതും ഫെയിൽഡുമായിരുന്നു. ഫെയിൽഡ് മിഷൻസാണ് രണ്ടുപേരുടെയും. ദൂത് പോയിട്ട് എൻവോയാണ് പോയത്, എൻവോയായി പോയിട്ട് ചെയ്ത് ഫെയിൽഡ് മിഷൻസാണ് രണ്ടുപേരുടെയും. യുദ്ധം ഒഴിവാക്കാൻ സാധിച്ചില്ലല്ലോ രണ്ടുപേർക്കും. ഫെയിൽഡ് മിഷൻസാണ്, രണ്ടും ഡെവസ്റ്റേഷനിൽ അവസാനിച്ച്. അപ്പോൾ പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പോയി. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ട് പലരും ചുമ്മാ പറയാറുണ്ട് ഭഗവാൻ യുദ്ധം ഉണ്ടാക്കി. ഭഗവാൻ യുദ്ധമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം ഒരു പ്രോപ്പർ ഡെമോക്രാറ്റിക് സെറ്റപ്പ്, അദ്ദേഹം ശരിക്കും റിപ്പബ്ലിക്കൻ സിസ്റ്റങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. ഞാനത് എന്നാൽ കൃഷ്ണൻ്റെ അവതാരം എന്തിനാണ്ടായത്, നമ്മളിവിടെ അമ്പലത്തിൽ ഏതായിരുന്നു ക്ഷേത്രം പ്രസിദ്ധ കേശവപുരം അമ്പലത്തിൽ വിസ്തരിച്ച് ഞാൻ പറഞ്ഞതാണ്. അത് കംസനെ എന്തുകൊണ്ട് കൊന്നു, അമ്മാവൻ ദുഷ്ടൻ, അതൊന്നുമല്ല കൊല്ലാൻ കാരണം.
ഒരു റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഞാൻ രാജാവാണെന്നുള്ള മാതിരി ബിഹേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും പോയി അയാളെ കൊല്ലണം, കൊന്നേ പറ്റൂ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ സ്ഥിരം കാണുന്നത് അതാണ്, പവറിൻ്റെ മിസ്യൂസാണ് കാണുന്നത്. അന്ന് ഭഗവാൻ ചെയ്തതും അതാണ്. അപ്പോൾ അതേപോലെ ഒരു മോഡൽ സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ളൊരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അത് അദ്ദേഹം ഭംഗിയായിട്ട് സാധിച്ചതുമാണ്, ഒരു തുള്ളി രക്തം വീഴ്ത്താതെ രാജസൂയത്തിൽ. യുധിഷ്ഠിരനെ അതിൻ്റെ ടോപ്പിലിരുത്തി ഒരു മോഡൽ സ്റ്റേറ്റ് ഉണ്ടാക്കി, ഒരു ഗംഭീര ഭരണക്രമം ഉണ്ടാക്കി ഒക്കെ ഇരുന്ന് സമാധാനമായിട്ട് പാവം ദ്വാരക എത്തുമ്പോഴേക്കും ഇയാൾ പോയിട്ട് ചൂത് കളിച്ച് അതിനെ കളഞ്ഞു. സോ യുധിഷ്ഠിരൻ മെയ്ഡ് ഇറ്റ് ഇന്നെവിറ്റബിൾ എന്നുള്ളതാണ്. യുധിഷ്ഠിരനാണ് ശരിക്കും യുദ്ധം ഉണ്ടാവാൻ കാരണം, കൃഷ്ണനല്ല. സെക്കൻഡ് ടൈം കൃഷ്ണന് അറിയാം ഇനി ഒരു ഡ്രോപ്പ് ബ്ലഡ് വീഴ്ത്താതെ യുദ്ധം അല്ലാണ്ട് താൻ ആഗ്രഹിച്ച പോലുള്ള രാമരാജ്യത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും 10,000 കൊല്ലം കഴിഞ്ഞു. ഒരു പുതിയ ലോകക്രമം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കൃഷ്ണൻ്റെ ഒരു എഫർട്ടായിരുന്നു അത്. അതുകൊണ്ട് ഭഗവാന് നന്നായിട്ട് അറിയായിരുന്നു ഈ സെക്കൻഡ് ടൈം യുദ്ധം ഉണ്ടാവും. അത് ശരിക്കും മനസ്സിലാവണമെന്ന് വെച്ചാൽ ഹസ്തിനപുരത്തിൻ്റെ ഔട്ട്സ്കേർട്സിൽ പോയിട്ട് ഭഗവാൻ തമ്പടിക്കുന്നുണ്ട് വിതുരൻ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപ്. അന്ന് ഭഗവാൻ കൂടെ ആ വരുന്ന ദൂതൻ്റെ അടുത്ത് കൊടുക്കുന്ന ഒരു സൂചനയിൽ ഞാൻ വരുന്നത് എന്തായാലും യുദ്ധത്തിന് തന്നെയാണ് എന്ന പോലെ തന്നെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം അവിടെ പോയിട്ട് ഇവരുടെ തലയിൽ കയറില്ല ഇത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ എല്ലാ എഫർട്ടും അദ്ദേഹം ഇട്ടു, തനിക്കാവുന്നതൊക്കെ ചെയ്തു. കൗരവസഭയിൽ അത്രയും ഗംഭീര പ്രസംഗങ്ങളൊക്കെ നടത്തി. മൂലമഹാഭാരതത്തിൽ നിങ്ങൾക്കാർക്കും ഒരു വിശ്വരൂപം ഭഗവാൻ കാണിച്ചു ഒന്നും കാണാൻ കിട്ടില്ല. അതൊക്കെ പിൽക്കാലത്ത് വന്ന റിസൻഷൻസിൽ വന്നാണ്. അവിടുത്തെ ഭഗവാന്റെ പ്രസംഗമൊക്കെ കേൾക്കേണ്ടതാണ്. അത് ആ ടെക്സ്റ്റ് ഒന്നും ആരും ഒന്നും എവിടെയും പറയാറില്ല. എത്ര ഉള്ളിൽ തട്ടിയാ ഭഗവാൻ ധൃതരാഷ്ട്രോട് പറയണത്, അങ്ങയ്ക്ക് മാംസം കൊണ്ടുള്ള കണ്ണേ കാണാണ്ടായിട്ടുള്ളൂ, മക്കളോടുള്ള സ്നേഹം കൊണ്ട് അകക്കണ്ണ് കാണാണ്ടാവരുത്, ധർമ്മം തെറ്റിച്ചത് കൊണ്ട് സ്വന്തം അമ്മാവനെ കൊല്ലേണ്ടി വന്ന ഭാഗ്യം കെട്ട ആളാ ഞാനാന്നാ പറഞ്ഞ ഭഗവാൻ. അപ്പം അദ്ദേഹത്തിന് അത് റിഗ്രറ്റ് ഉണ്ട്. അമ്മാവൻ തെറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ കൊന്നതെന്ന്. പരീക്ഷത്തിൻ്റെ ചാപിള്ളയായിട്ട് പരീക്ഷത്തിനെ പ്രസവിച്ചിട്ടപ്പോഴും തൊടുമ്പോഴല്ലേ പറഞ്ഞത്, കംസനെയും അവൻ്റെ കൂട്ടാളികളെയും ധർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ കൊന്നതെന്നുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ ഈ കുഞ്ഞ് ജീവിക്കട്ടെ എന്ന് അവരുടെ പരീക്ഷത്തിനെ തൊട്ടത്. അല്ലാണ്ട് എൻ്റെ അച്ഛനെയും എടുത്ത് തടവിലിട്ടോണ്ടോ എൻ്റെ ഏട്ടന്മാരെ തല്ലിക്കൊന്നു എന്നുള്ളതുകൊണ്ടോ അല്ല. തനിക്കെന്ന് വേണ്ടിയിട്ട് ഒന്നും ചോദിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരാളായിരുന്നു കൃഷ്ണൻ. അതേപോലെയാണ് ഹനുമാൻ. തനിക്കെന്ന് വേണ്ടിയിട്ട് ഒന്നും വേണ്ട, എനിക്ക് എന്നെ സുഖിപ്പിക്കാൻ എന്നെ സന്തോഷിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും വേണ്ട. നമ്മളിപ്പോൾ വെണ്ണ കൊടുക്കണോ പാല് കൊടുക്കണോ പട്ട് കൊടുക്കണോ എന്ത് കൊടുത്താലും ആത്യന്തികമായിട്ട് ഉള്ളിൽ ഗുരുവായൂരപ്പൻ ഇതൊന്നും ആവശ്യമില്ല. അതേപോലെയാണ്. അപ്പോൾ ഈ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഫെയിലിയർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ പോകുന്നത്. അതേപോലെ ഈ ഫെയിലിയർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹനുമാനും പോകുന്നത്. കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചിട്ട് വന്നു, ഹനുമാൻ സീതയുടെ മുന്നിൽ തൻ്റെ ശക്തി കാണിച്ചു കൊടുത്തു. സീതയ്ക്ക് വിശ്വാസം വന്നില്ല. അപ്പോൾ സീത ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന സമയമാണ്. തൻ്റെ ശരീരം വളർത്തി അശോകവനികയില വലിയ ശരീരം കാണിച്ചു കൊടുത്ത്, അമ്മേ എനിക്ക് എത്ര ശക്തിയാണ് അമ്മയുടെ ഭർത്താവിന് എന്തായിരിക്കും ശക്തി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടാണ് അമ്മയെ സമാധാനിപ്പിച്ചിട്ട് പിന്നെ പോണ വഴിക്ക് 2 അടിയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള അശോകവനിക മുഴുവൻ തല്ലി തകർത്ത് ലങ്കയ്ക്ക് തീയും വെച്ച് അല്ലേ രാവണൻ്റെ മുന്നിൽ മനഃപൂർവ്വം രാവണനെ ഒന്ന് കാണണം, ഇവനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവർ പിടിച്ചു കെട്ടാൻ നിന്ന് കൊടുക്കുക ചെയ്യുന്നു. എന്നിട്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ഇതെല്ലാം ചെയ്ത് ആ 2 പേർക്കും ഈ എൻവോയ് ആയി പോകുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ അത് കൃഷ്ണനെ അപമാനിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കൗരവന്മാരുടെ സഭയിൽ ഒരാളുണ്ടായിരുന്നു, വിതുരർ. സെൻസ് പറഞ്ഞു കൊടുക്കാൻ. ഇവരുടെ സഭയിൽ ഒരു വിഭീഷണൻ ഉണ്ടായിരുന്നു. വിതുരനും വിഭീഷണനും വളരെ സിമിലറാണ് സ്വഭാവത്തിൽ. ഞാൻ ഈ കഥയുടെ പാരലൽസ് മാത്രം, ഇവരുടെ ജീവിതം മൊത്തം ഇങ്ങനെ ഈ കൃഷ്ണൻ്റെയും ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും ലൈഫിൽ അനവധി പാരലൽസാണ്. അതേപോലെയാണ് ഈ വിശ്വരൂപവും ശരീരത്തിൻ്റെ മാഗ്നിഫിസൻസ് കാണിക്കുന്നത് ഈ ദൂത് പോകുന്ന സമയത്ത് 2 പേരും. അത് വേറൊരു സിമിലാരിറ്റിയാണ്. ഇനി വേറൊരു സിമിലാരിറ്റി നിങ്ങൾക്ക് അറിയുന്നൊരു സിമിലാരിറ്റിയാണ്. 2 പേരും പർവ്വതത്തെ പറിച്ചെടുത്തവരാണ്. ഒരാൾ ഗിരിധാരിയാണ്, മറ്റേ ആൾ ഗന്ധമാദനത്തെ തന്നെ എടുത്ത് പോക്കിയ ആളാണ് അല്ലേ. പോക്ക് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു അല്ലേ. അപ്പം മീര എല്ലാ പാട്ടുകളിലും ഗിരിധാരി ഗിരിധാരി എന്നാണ് കൃഷ്ണനെ വിളിക്കുക. മീരയ്ക്ക് കൃഷ്ണനെ ഗിരിധാരി എന്നല്ലാതെ വിളിക്കാൻ അറിയില്ലായിരുന്നു. വേറെ ഒരു പേരും മീരയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, മീരാബായിക്ക്. അത്രയും പർവ്വതമായിട്ട് ഇപ്പം നമ്മൾ ശ്രീനാഥ് ജി എന്ന് പറഞ്ഞിട്ട് നോർത്തിലൊക്കെ ആ ഭഗവാൻ ഇങ്ങനെ നിൽക്കുക. അത് ഈ നിൽക്കണേൻ്റെ കാരണം ഇവിടെ നമ്മൾ പർവ്വതത്തെ സങ്കല്പിച്ചോളാം, പർവ്വതത്തിനെയാണ് പിടിച്ചു നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുക. അതാ പർവ്വതത്തെ പിടിച്ചു നിൽക്കുന്ന ഭഗവാനെയാണ് അതിൽ സങ്കല്പിച്ചിരിക്കുന്നത്.
നമ്മൾ നോർത്തിലൊക്കെ ദുബായിൽ പോലും ശ്രീനാഥ്ജിയുടെ പ്രതിഷ്ഠയാണുള്ളത് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ. അപ്പം ഒരു ഈ ഗോവർദ്ധന പർവ്വതത്തിനെ എടുത്തുയർത്തി ഒരു തുള്ളി ജലം പോലും താഴെ വരാതെ ജനങ്ങളെ മുഴുവൻ രക്ഷിച്ചു നിർത്തിയ ആ ഗോവർദ്ധനഗിരിധാരി, അതേപോലെ തന്നെ ലക്ഷ്മണൻ മരണപ്പെട്ടപ്പോൾ മൃതനായപ്പോൾ അദ്ദേഹത്തെ ജീവിപ്പിക്കാനുള്ള മൃതസഞ്ജീവിനി എടുക്കാൻ പോയ ഹനുമാനും രണ്ടുപേരും ഗിരിധാരികളാണ്. ഇത് ഒരിത്. ഇനി വേറൊരു കോമൺ സംഭവം വരുന്നത്, ത്യാഗരാജസ്വാമികൾ ഗീതാർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീർത്തനുണ്ട് അദ്ദേഹത്തിൻ്റെ. ആ കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗീത ശരിക്കും മനസ്സിലാക്കാൻ പഠിക്കുകയും ചെയ്ത ഒരാളേ ഉള്ളൂ, അത് എൻ്റെ ഹനുമാനാണ്. കാരണം അർജുനന് ഗീത പറഞ്ഞു കൊടുക്കുമ്പോൾ അർജുനനത് എങ്ങനെ ഉൾക്കൊണ്ടില്ലയോ നമുക്ക് ഇന്നും അറിയില്ല. അർജുനൻ ഉൾക്കൊണ്ടിട്ടില്ല പല ഭാഗങ്ങളും എന്നുള്ളത് സത്യമാണ്. കാരണം പിൽക്കാലത്ത് തെളിയുന്നുണ്ട്. വീണ്ടും കൃഷ്ണൻ്റെ അടുത്ത് അന്ന് പറഞ്ഞൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അശ്വമേധത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ള ആ വിസിറ്റിൽ, ആ സമയത്ത്. പക്ഷേ ആ തേരിൻ്റെ മുകളിൽ കൊടിയിലിരുന്നിട്ട് ഹനുമാൻ ഇത് മുഴുവൻ കേട്ടിട്ടുണ്ട്. അർജുനൻ്റെ തേരിൻ്റെ കൊടി ഹനുമാനായിരുന്നു. കപിധ്വജം എന്നാണല്ലോ ആ ധ്വജത്തിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത ഗീത കേട്ട രണ്ടാമത്തെ ആൾ ആരാ ചോദിച്ചാൽ ഹനുമാനത്. ഒരുപക്ഷെ തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ ഭഗവാൻ എന്ത് പറഞ്ഞോ അത് മുഴുവൻ കേട്ട് ഉൾക്കൊണ്ട് ശാന്തനായിരുന്ന ആളും ഹനുമാൻ. അർജുനൻ പോലും തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ തിരിച്ചു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ ഉൾക്കൊള്ളൽ കുറയും. അത്രയും റിസപ്റ്റീവായിട്ടുള്ളൊരു മൈൻഡിന് മാത്രമേ അങ്ങനെ തരണത് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, വിത്തൗട്ട് ആസ്കിങ് എനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ത്യാഗരാജസ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കിയ ഏക ആള് ഹനുമാനാണെന്ന് നമ്മളാരും അധികം ചിന്തിക്കാത്തൊരു കാര്യമാണ്. സാധാരണ ഗീത പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ എന്താ പറയുക, ഹനുമാനെ നമ്മൾ ചിന്തിക്കുമല്ലോ, അർജുനല്ലാണ്ട്. പിന്നെ മാക്സിമം പറയാം സഞ്ജയനെ പറയും. സഞ്ജയൻ ഇത് മുഴുവൻ റിപ്പോർട്ടഡ് സ്പീച്ച്. ശരിക്കും സഞ്ജയൻ ഈ ദൂരദർശൻ നമ്മൾ ലൈവ് ടെലികാസ്റ്റ് പോലെ അല്ല അത്. ഭാരതത്തിൽ എവിടെയും അത് ലൈവ് ടെലികാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് പറഞ്ഞുണ്ടാക്കിയതാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ലൈവായിട്ട് പറഞ്ഞു എന്നുള്ളത്. വാസ്തവത്തിൽ ആ യുദ്ധം മുഴുവൻ പോയി കണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മൂലഭാരതം വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് എന്നിട്ട് ദിവ്യ ചക്ഷുസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പിൽക്കാലത്ത് കയറ്റിയിട്ടുള്ളതാണ്. ഒരാൾ യുദ്ധമുഖത്ത് പോയിട്ട് A to Z കണ്ടു വന്നിട്ട് ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം അയാളുടെ മെമ്മറിയിൽ നിന്ന്. ശരിക്കും സഞ്ജയൻ കാണാത്ത എത്രയോ കാര്യങ്ങളുണ്ടാവാം അങ്ങനെ വരുമ്പോൾ, അല്ലേ? അപ്പൊ ഗീതയുടെ യഥാർത്ഥ വിറ്റ്നസ് സഞ്ജയനും അല്ല. അപ്പോൾ അർജുനാണ് ലിസണർ എന്നുണ്ടെങ്കിലും യഥാർത്ഥ വിറ്റ്നസ് ഹനുമാനാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയും സ്മരിക്കണം ഗീത പഠിക്കുമ്പോൾ എന്ന് ചില ആചാര്യന്മാർ പറയാറുണ്ട്. ഇനി ഇവർ രണ്ടുപേരുടെ സഹോദരന്മാർ അതിബലവാന്മാരാണ്. ഇവരെ പോലെ തന്നെ ബലവാന്മാരാണ്. ഹനുമാൻ സ്വാമിയുടെ സഹോദരനാരാ? ഭീമൻ. ഭീമനോളം ശക്തിയുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല. ഭീമനാണ്. രണ്ടുപേരും വായുപുത്രന്മാരാണ്. അച്ഛൻ്റെ ശക്തി, വായുവിൻ്റെ ശക്തി മുഴുവൻ ഈ രണ്ട് മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഭീമൻ അസാമാന്യ ശരീരബലമുള്ള ഒരാൾ. കൃഷ്ണൻ്റെ സഹോദരനോ ബലഭദ്രൻ. ബലഭദ്രനെ പോലെ മല്ലനായിട്ടുള്ള ഒരാൾ അക്കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയാറ്. കൃഷ്ണനും അങ്ങനെ തന്നെയായിരുന്നു. അവരെ പോലെ കണ്ടകന്മാരായിട്ടുള്ള യോദ്ധാക്കളില്ലായിരുന്നു. നമ്മൾ കൃഷ്ണൻ്റെ ഒരു ഫാൻസി രൂപം മാത്രമാണ്, ഒരു റൊമാൻറ്റിസൈസ്ഡ് രൂപമാണ് കാണുന്നത്. അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരെ പേടിച്ചിട്ടാണ് പല ആൾക്കാരും ദുഷ്പ്രവർത്തികൾ ചെയ്യാതിരുന്നിരുന്നത്. അത് കൃഷ്ണൻ്റെ നിയന്ത്രണം പോലും ബലരാമൻ ഉണ്ടായിരുന്നില്ല. ഭീമൻ എത്രത്തോളം എടുത്തിയാട്ടക്കാരനായിരുന്നോ അത്രയും എടുത്തിയാട്ടക്കാരനായിരുന്നു ബലഭദ്രൻ. ബലഭദ്രന് മദ്യസേവയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ചാൽ പോലും കിട്ടില്ലായിരുന്നു പലപ്പോഴും. ഭീമനെ തന്നെ കൊല്ലാൻ പോയതല്ലേ, ദുര്യോധനെ തല്ലി കൊന്നു എന്ന് പറഞ്ഞിട്ട്. ദുര്യോധനെ അധർമ്മമായിട്ട് ഇടുപ്പിൻ്റെ താഴേക്ക് അടിച്ചു കൊന്നു. രണ്ടുപേരും ശിഷ്യന്മാരാണ് ഗദായുദ്ധത്തിൽ. ബലരാമനെ പഠിപ്പിച്ചത് ഇവരെ രണ്ടുപേരും. ദുര്യോധനോട് ഒരു എക്സ്ട്രാ സ്നേഹം ഉണ്ടായിരുന്നു. മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനിരുന്നതാ. ആദ്യം സുഭദ്രയെ കല്യാണം കഴിച്ചു കൊടുക്കണം വിചാരിച്ചു, പിന്നെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇതൊക്കെ കൃഷ്ണനായിട്ടാണ് പൊളിച്ചത്. സുഭദ്ര ഇല്ലെങ്കിൽ ദുര്യോധനന്റെ ഭാര്യ ആവേണ്ടതായിരുന്നു. ബലരാമൻ എപ്പോഴും ഒരു സോഫ്റ്റ് കോർ. അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് തീർത്ഥാടനത്തിന് പോയി കളയുക ചെയ്ത് അദ്ദേഹം. ഉപപ്ളാവ്യത്തിലേക്കൊക്കെ പോയി അദ്ദേഹം ആ 18 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നു. വരുമ്പോൾ തൊട തകർന്നിട്ട് മരിക്കാൻ കിടക്കുകയാണ് കാണുന്നത് ശിഷ്യൻ. അത് കണ്ടോടുകൂടിയിട്ട് ഈ അധർമ്മം ആരാ പ്രവർത്തിച്ചു? ഭീമനാണെന്ന് പറയുമ്പോൾ ഗത എടുത്തിട്ട് അവനെ ഞാൻ ഇപ്പം കൊല്ലുന്നു. കൃഷ്ണനാണ് തടയുന്നത്. ബലരാമന്റെ മുന്നിൽപ്പെട്ട ആരും ജീവനോടെ ബാക്കി ഉണ്ടാവില്ല. അത്ര ശക്തനാണ് ബലഭദ്രൻ. ഒന്നാമത് സർപ്പമാണ്, സംഘർഷമൂർത്തിയാണ്, ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ രൗദ്രഭാവമാണ്. അപ്പം
രണ്ട് സഹോദരങ്ങളും അതിബലവാന്മാർ, ഒരേപോലെ എടുത്തിയാട്ടക്കാർ. കോപമാണ് ഇവരെ മുന്നിൽ നിന്ന് നയിക്കുക. ലോജിക്ക് ഇല്ലാത്ത ആൾക്കാർ. ഭീമന് ലോജിക്കില്ല, ബലഭദ്രന് ലോജിക്കില്ല. ഇങ്ങനെയുള്ള രണ്ടുപേർ. ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരുടെയും അറിവ്, രണ്ടുപേരും ബ്രഹ്മജ്ഞാനികളാണ്. ഭഗവാനെ പറയേണ്ട, ഞാനെപ്പോഴും പറയാറുണ്ട്, ശിവനെയും ഭഗവാനെയാണ് യോഗേശ്വരന്മാരെന്ന് വിളിക്കുക. ആ ശിവൻ തന്നെയാണ് ഹനുമാൻ. രണ്ടുപേരും ജിതേന്ദ്രിയന്മാരാ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാ. ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം എന്നാണ് നമ്മൾ അല്ലേ ഭഗവാനെ പറയുക, മനോജവന്മാര് തുല്യവേഗം എന്നുള്ളതിൽ. ആ ജിതേന്ദ്രിയത്വം കൃഷ്ണനും ഹനുമാനും വളരെ അധികമായിരുന്നു. മാത്രമല്ല, ഈ രസമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇന്നും അവരുടെ ആരാധനയിൽ ഒരു വലിയ കോമണാലിറ്റി ഉണ്ട്. ഭഗവാൻ ജനിച്ചു വളർന്നത് പശുപാലകന്മാരുടെ ഇടയിലായതുകൊണ്ട് അദ്ദേഹത്തിന് നാച്ചുറലി മിൽക്ക് പ്രോഡക്ട്സിനോടുള്ള ആക്സസിബിലിറ്റിയും ആസക്തിയൊക്കെ കൂടുതലായിരുന്നു. വെണ്ണയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തൃക്കൈ വെണ്ണയൊക്കെ നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യും. ഈ പശുക്കളോ പാലോ തൈരോ വെണ്ണയോ ഇതൊന്നുമായിട്ട് ഹനുമാന്റെ ജീവിതത്തിൽ എവിടെയും ഒരു ബന്ധവും വരുന്നില്ല. ഹനുമാൻ പശുപാലകരുടെ ഇടയിലൊന്നും വളർന്ന ഒരാളൊന്നുമല്ല. എന്നാലും ഈ ഭഗവാന്റെ ശരീരം മുഴുവൻ വെണ്ണ വെച്ച് പൊത്തും. വെണ്ണക്കാപ്പ് ഇടുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഹനുമാന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കാന്ന് വെച്ചാൽ, വെണ്ണയും പാലിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും പൊതുവിൽ മനസ്സിൻ്റെ പ്രതീകമാണ്, ചന്ദ്രൻ്റെയും പ്രതീകമാണ്. രാമൻ എങ്ങനെയാണോ സൂര്യൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് നിൽക്കുന്നത്, അതേപോലെ ചന്ദ്രൻ്റെ റെപ്രസെൻറ്റേഷനാണ് അവതാരങ്ങളിൽ കൃഷ്ണൻ. കൃഷ്ണചന്ദ്രൻ എന്നാ ഭഗവാന് പേരെന്നെ. ശരിക്കും ഭഗവാൻ ഇട്ട പേര് ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണോ അതേമാതിരി ശ്രീകൃഷ്ണചന്ദ്രൻ എന്നാണ് ഗർഗമഹർഷി പേരിട്ടത്. കൃഷ്ണചന്ദ്രൻ എന്നുണ്ട്, ചന്ദ്രനും കൂടെ ഉണ്ട് പുറകിലേക്ക്. അപ്പം ഈ ചന്ദ്രൻ, ഒരാൾ സൂര്യവംശത്തിലും മറ്റൊരാൾ ചന്ദ്രവംശത്തിലുമാണ്. ആ വംശാവലി തന്നെ അത് കിടപ്പുണ്ട്. ഈ കൃഷ്ണൻ വെണ്ണ കുടത്തിൽ കൈയിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം വളരെ പ്രസാദാത്മകത ഉണ്ടാക്കും മനസ്സിന്. വെണ്ണനേദ്യം കഴിപ്പിക്കാൻ പറയും. ശിവന് ഇളനീരഭിഷേകവും കൃഷ്ണന് വെണ്ണനേദ്യവും കഴിപ്പിക്കാൻ പറയും ചില ജ്യോതിഷന്മാർ. മനസ്സ് വല്ലാണ്ട് പടച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുമെന്ന് പറയും. അപ്പോൾ വെണ്ണ മനസ്സിൻ്റെ പ്രതീകം. അപ്പോൾ ഭഗവാൻ ശരിക്കും ഭക്ഷിക്കുന്നത് ഭക്തി നിറഞ്ഞ നമ്മുടെ മനസ്സിനെയാണെന്നാണ് സങ്കല്പം. ഉണ്ണിക്ക് വെണ്ണ കൊടുക്കുക പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സാണ് അത്ര ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഈ മനസ്സ് തന്നെയാണ് ഹനുമാൻ. അടങ്ങാത്ത മനസ്സാണ് ശരിക്കും ഹനുമാൻ. ആ അടക്കം വരുമ്പോൾ, ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ആ നടക്കുമ്പോൾ എനിക്ക് ഹനുമാൻ മനസ്സാണെന്ന് തോന്നിയ സമയത്ത് എനിക്ക് കിട്ടിയൊരു ചിത്രമുണ്ട്. എപ്പോഴാണ് നിയന്ത്രണമില്ലാത്തൊരു മനസ്സടങ്ങുക? അത് ഭഗവാന്റെ കാൽക്കീഴിൽ ചെന്ന് നിൽക്കുമ്പോൾ, അവിടെ നടുക്ക് ഭഗവാൻ ബ്രഹ്മസ്വരൂപമായിട്ട് നിൽക്കുമ്പോൾ. അത് വെറുതെ വന്നിട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടില്ല. പ്രണയം, ഭക്തിയാകുന്ന സീത വേണം ഒരു വശത്ത്. വെറും ഭക്തി കൊണ്ട് കാര്യമില്ല. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭക്തി ഉണ്ടെങ്കിൽ എന്തുവായി എന്നാ? ശ്രദ്ധ വേണം. ശ്രദ്ധ, ഭക്തി ശ്രദ്ധയോടെ എന്നാ പറയുക നമ്മൾ. ഭക്തി കൊണ്ട് എല്ലാം കിട്ടില്ല, ശ്രദ്ധ വേണം, ഫോക്കസ് ഉണ്ടാവണം. ആ ഫോക്കസ് ഒരു സൈഡിൽ, ആ ശ്രദ്ധയാണ് ലക്ഷ്മണൻ. ലക്ഷ്മണന്റെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അത്രയാണല്ലോ. ഏട്ടന് എന്താ വേണ്ടത്, ഏടത്തിയമ്മയ്ക്ക് എന്താ വേണ്ടത്, ഇങ്ങനെ എന്താ അറിഞ്ഞറിഞ്ഞ് നിൽക്കുക. അപ്പോൾ ശ്രദ്ധ ഒരു വശത്തും ഭക്തി മറ്റൊരു വശത്തും, അഥവാ പ്രണയം ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ ബ്രഹ്മം അവിടെ താനെ ആവിർഭവിക്കുന്നത് മാത്രമല്ല, നമ്മുടെ മനസ്സടങ്ങി അതിൻ്റെ കാൽക്കലിരിക്കുകയും ചെയ്യും. ഇതാണ് ശരിക്ക് ആ ചിത്രത്തിൻ്റെ തന്നെ ഒരു അന്തരാർത്ഥം നമുക്ക് വരുന്നത്. ഇനിയും ഫാക്കൽറ്റീസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭരത ശത്രുഘ്നന്മാരും സകലതുമായിട്ട് അതിനെ നമുക്ക് വിടർത്തിക്കൊണ്ടുവരാൻ പറ്റും, വേണമെങ്കിൽ വ്യാഖ്യാനിച്ചിട്ട്. അപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കോമണാലിറ്റീസ് ഇവർ തമ്മിൽ കിടപ്പുണ്ട്. പോരടിക്കണ്ടോ? കുറച്ച് കഥകൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ ഗോവർദ്ധനം എന്ന് പറയണ പർവ്വതം ഉയർത്തുന്നത് ദ്വാപരയുഗത്തിലാണ്. ത്രേതായുഗത്തിൽ അതിന് മുന്നേ പർവ്വതം ഉയർത്തിയ ആളാണ് ഹനുമാൻ സ്വാമി. അതായത് കൃഷ്ണൻ പർവ്വതം ഉയർത്തുന്നതിന് മുന്നേ പർവ്വതം ഉയർത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആവശ്യമൊക്കെ കഴിഞ്ഞ് ആ പർവ്വതത്തിനെ തിരിച്ചു കൊണ്ടേ വെച്ചിട്ടുണ്ട് ഹനുമാൻ. പർവ്വതത്തിനെ അവിടെ ഇട്ടിട്ട് പോരുകയല്ല ചെയ്ത്, തിരിച്ചു കൊണ്ടിട്ട് അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു.
പക്ഷെ ആ പോണ പോക്കിൽ അനവധി കഷ്ണങ്ങളൊക്കെ വീണ് നഷ്ടപ്പെട്ടു പോയി. ഭഗവാൻ പിന്നെ ഇവിടുന്ന് ഉയർത്തി അവിടെ തന്നെ യഥാസ്ഥാനം വെച്ച് പോവുകയാണ് ചെയ്തത്. ഇതിൽ രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാമായണത്തിൻ്റെ ഒരു പാഠഭേദത്തിൽ ഒരു രസമായിട്ടൊരു കഥയുണ്ട്. ത്രേതായുഗത്തിൽ ഈ മരുന്ന് തേടിയിട്ട് ഈ പർവ്വതങ്ങൾ കയറി നടക്കുമ്പോൾ ഗോവർദ്ധനത്തിൽ വന്നു അത്ര ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിക്ക് അവിടുന്ന് മരുന്ന് കിട്ടിയില്ല. പക്ഷേ ഹനുമാൻ വന്നിരിക്കുന്നത് രാമന് വേണ്ടിയിട്ടാണെന്ന് ഗോവർദ്ധനത്തിന് അറിയാം. ഗോവർദ്ധനത്തിന് മഹാഭക്തനാണ് ഗോവർദ്ധനം, രാമനെ കാണണം. പക്ഷെ പർവ്വതം കൊണ്ട് ആരും എടുത്തുകൊണ്ട് പോകാൻ പറ്റും, ആരെങ്കിലും കൊണ്ടുപോകണം പുള്ളിയെ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പോൾ ഇത് നല്ലൊരു ചാൻസാണ്. അപ്പോൾ ഹനുമാനോട് പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു എനിക്ക് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിനക്ക് ഭഗവാനെ കാണാനുള്ള യോഗം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു അത്ര. അന്ന് ഗോവർദ്ധനം കരഞ്ഞതിൻ്റെ ആ കണ്ണീരാണത്രേ ഈ ഹനുമാന്റെ വരവായിട്ട് മാറി ഗോവർദ്ധന പർവ്വതത്തെ കൃഷ്ണൻ എടുത്ത് ഉയർത്താനുണ്ടായതെന്ന് നോർത്തിൽ ഒരു കഥയുണ്ട്. അതുകൊണ്ട് ഗോവർദ്ധനത്തിനെ ഹനുമാൻ അനുഗ്രഹിച്ചാണ് കൃഷ്ണന്റെ സ്പർശവും ദർശനവും കിട്ടാൻ എന്നാണ് ആ ഒരു ലെജൻഡ്. ശരിക്കും അത് രസം എന്താണെന്ന് വെച്ചാൽ വെറുതെ കാണൽ മാത്രമല്ല ഉണ്ടായത്. ഇപ്പോൾ ഗോവർദ്ധനം കൂടെ പോയിരുന്നെങ്കിൽ ആ ബാറ്റിൽ ഫീൽഡിൽ പോയിട്ട് ഒന്ന് കണ്ടു തിരിച്ചു വരായിരുന്നു. ഇത് 11 കൊല്ലം, ഏകദേശം 11 ഒരു 9 കൊല്ലം വെച്ചോളൂ, ഈ ഗോവർദ്ധനത്തിൻ്റെ നെഞ്ഞത്തു കൂടെയാണ് ഈ കാലികളെയും മേച്ച് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി സകല വിക്രിയകളും വികൃതിയും കാണിച്ചിട്ട് ഭഗവാൻ നടന്നിരിക്കുന്നത്. ആ ഗോവർദ്ധനത്തിനെ ഭഗവാൻ സ്നേഹിച്ച പോലെ ആരും സ്നേഹിച്ചിട്ടില്ല. അവസാനം ഇന്ദ്രനെക്കാട്ടിലും നമ്മൾ പൂജിക്കേണ്ടത് ഗോവർദ്ധനത്തിനാണെന്നും പറഞ്ഞിട്ട് ഒരു വലിയ പദവിയും കൊടുത്ത് അതിനെ ആരാധിച്ച് തന്നെ ഇത്രയും കാലം കാത്തിരുന്ന ആ ഭക്തനെ ഭഗവാൻ അങ്ങോട്ട് ശരിക്ക് എന്താ പറയുക എക്സ്റ്റോളിയ ചെയ്ത് എല്ലാ അർത്ഥത്തിലും അല്ലേ. അങ്ങനെയുള്ള നമ്മൾ ഗോവിന്ദാഭിഷേകം എന്ന് നമ്മൾ പറയുന്നത് തന്നെ അതല്ലേ ശരിക്ക്. എന്നിട്ടല്ലേ ദേവന്മാരൊക്കെ വന്നിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിയാണെങ്കിലും ഈ ദ്രോണഗിരി എന്ന് പറയുന്ന ശിഖരത്തിനെയാണ് ഹനുമാൻ പറിച്ചുകൊണ്ട് പോയത് അവസാനം. അതായത് ഈ മരുന്ന് ഇരിക്കുന്നത് അതിലാണ്. ഹനുമാൻ അത് തിരിച്ചറിയാനുള്ളൊരു വഴി ജാമ്പവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ മരുന്ന് തിരിച്ചറിഞ്ഞു. തിരിച്ചിപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊക്കെ ഉണ്ട്, ഈ ജാലവിദ്യയിലൊക്കെ പോയി നിലംബരണ്ട എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. ആ ചെടി മനുഷ്യഗന്ധ അഴയാൽ ഭൂമിയുടെ അടിയിലേക്ക് താനെ വലിയും. അപ്പം നമ്മൾ തൊട്ടാവാടി എങ്ങനെയാണ് തൊട്ട് കഴിഞ്ഞാൽ ഒരു അതേമാതിരി ഇത് പക്ഷേ ഭൂമിയുടെ ഉള്ളിലേക്ക് അങ്ങനെ ഒളിക്കും. ആ മൂലിക കൈ കിട്ടിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏത് പൂട്ടും തുറക്കാം, കവർച്ച നടത്താം. പണ്ടൊക്കെ ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യും. അപ്പോൾ ഈ നിലംബരൻ്റെ ഇതിന് ചെയ്യണതിന് അതിനൊരു വിദ്യയുണ്ട്. അത് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പണിയാണ്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നല്ലൊരു, ഇതിപ്പോൾ ഒരു ഓഫ് ദ ടോപ്പിക്കാണ്, നല്ലൊരു രസമാണ് പറയാൻ. ഇതിൻ്റെ വിധികളാണ്, താളിയോലയിലുള്ള വിധികളാണ്. ഒരു നല്ല പരുന്തിൻ്റെ കൂട് കണ്ടുപിടിക്കണം. പരുന്ത് ഇപ്പം മുട്ടയിട്ടിട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ പരുന്തിൻ്റെ കുഞ്ഞുങ്ങൾ വിരിയണത് നോക്കിയിരിക്കുക. വിരിഞ്ഞു കഴിഞ്ഞാൽ തള്ളപ്പരുന്ത് തീറ്റ എടുക്കാൻ പോകുമ്പോൾ ഈ പരുന്ത് കുഞ്ഞുങ്ങളുടെ കാലിൽ ചെറിയ അയേണിൻ്റെ റിങ് കൊണ്ടുള്ള ലോക്കുകൾ, അതിങ്ങനെ ക്ലച്ച് പോലുള്ള സാധനങ്ങളായിരിക്കണം, ഇട്ട് വയ്ക്കാം. തള്ളപ്പരുന്ത് വന്നിട്ട് ഈ സംഭവം കാണുമ്പോൾ ഇത് എവിടെയോ പോയിട്ടൊരു വേര് കൊണ്ടുവരും. ഇത് അതിൽ വയ്ക്കുമ്പോൾ ഈ ഇരുമ്പ് സ്പ്ലിറ്റ് ആവും, ഇരുമ്പ് പൊട്ടും. അതാണ് പക്ഷെ പ്രകൃതിയോടുള്ള ആ സ്നേഹം എന്ന് പറയുന്നത്. കാത്തിരിക്കണം. ആ പരുന്തുകൾ പറക്കാരായി അത് പറന്നു പോയി ആ കൂട് ഉപേക്ഷിച്ചു പോകും. അത് പോയി കഴിഞ്ഞാൽ കൂടിനെ അങ്ങനെ എടുത്തിട്ട് തീയിലിടുക. കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവാതെ കിടക്കുന്നുണ്ടാവും ഒരു കഷ്ണം. ആ കഷ്ണം എടുത്തിട്ട് കയ്യിൽ സൂക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ മൂലിക താഴെ പോവില്ല, ഇത് ഭൂമിയുടെ അടിയിലേക്ക് പോവില്ല. അപ്പോൾ ഇത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അതിനെ അങ്ങനെ പറിക്കാൻ പാടില്ല. അതിനാദ്യം കാപ്പ് കെട്ടിക്കൊടുത്ത് അതിന് ധൂപം ദീപമൊക്കെ കാണിച്ച് അതിന് നേദ്യമൊക്കെ കൊടുത്ത് നിൻ്റെ ശരീരം കൊണ്ട് എനിക്കൊരു ഉപയോഗമുണ്ട്, അതുകൊണ്ട് നിൻ്റെ തലമുറകൾക്ക് ശ്രേയസ്സേ വരുള്ളൂ, ഞാൻ നിൻ്റെ തലമുറകൾ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊടിമരത്തിന് മരം മുറിക്കുക നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക്. അതേപോലെ ഇതിനോട് ഇത് ചെറിയ കീഴാർനെല്ലി ഒരു ചെറിയ ചെടിയത്. അതെടുത്തു കഴിഞ്ഞാൽ അതിനെ വേര് പൊട്ടാതെ എടുക്കണം. എടുത്ത് പിന്നെ അതിന് ചില പരിപാടികളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന പരിപാടി അത്. ഏത് പൂട്ടും താക്കോലില്ലാണ്ട് തുറക്കാം ഇത് വെച്ചിട്ടെന്നാണ്. ഇതൊക്കെ ജാലവിദ്യാ ഗ്രന്ഥങ്ങളിലുള്ള. അപ്പോൾ ഞാൻ രസമായിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടെക്നിക്കുകൾ പറഞ്ഞു. അപ്പോൾ ഇതുമാതിരി ഹനുമാൻ്റെ ഒരു വിദ്യ, ഇത് തിരിച്ചറിയാൻ്റെ വിദ്യ പറഞ്ഞു കൊടുത്തു. മൂപ്പരത് ചെയ്തു. അത് അങ്ങനെ കിട്ടും. അപ്പോൾ ദ്രോണഗിരിയെ പറിച്ചെടുത്തിട്ട് പോയി. ദ്രോണഗിരി പക്ഷെ തിരിച്ചു കൊണ്ടുവച്ചില്ല അത്ര. ഇതൊരു കഥയാണ്. അപ്പോൾ ഇത് ഉത്തരാഖണ്ഡിൽ ഈ
ദേവപർവ്വതം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു എന്താ പറയുക, അൽമോറ ജില്ലയിലാണ് ആ സ്ഥലം വരുന്നത്. അൽമോറ ഡിസ്ട്രിക്റ്റിലാണ് വരിക, ഉത്തരാഖണ്ഡിൽ. ദുനാഗിരി എന്നാണ് അതിനെ വിളിക്കുന്നത്. അവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പോഴും ഹനുമാനോട് ദേഷ്യമാണ്. കാരണം അവരുടെ ഉള്ള നല്ലൊരു പർവ്വതം ഇങ്ങനെ പറിച്ചുകൊണ്ട് പോയി. അത് അവർക്ക് ഒരുപാട് ഔഷധങ്ങളും ഒക്കെ ഉള്ളൊരു പർവ്വതമായിരുന്നു അത്രേ. അത് പറിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്തില്ല എന്ന് ഹനുമാൻ. അതുകൊണ്ട് അതിൻ്റെ ദേഷ്യമായിട്ട് അവിടെ രാമലീല കളിക്കുമ്പോൾ ഹനുമാനെ കുറിച്ച് ഒരു അക്ഷരം അവർ പാടില്ല. ഹനുമാന്റെ വേഷവും കിട്ടില്ല. ഇപ്പോഴും ആ നാട്ടിൽ ഹനുമാന്റെ ഭാഗം വരികയില്ല. രാമായണം പറയുമ്പോൾ രാമായണത്തിൽ ഹനുമാൻ ഇല്ലാതെ പാടി തീർക്കും അവരവിടെ. ഈവൻ രാംലീല കളിക്കുമ്പോഴും ഹനുമാന്റെ വേഷോ ഹനുമാന്റെ പേരോടെ മിണ്ടിപ്പോരുതെന്നാണ്. അവർക്ക് അത്രയും ദേഷ്യം അത്ര ഹനുമാനോട്. കാരണം ഹനുമാൻ അവരുടെ ഇതെല്ലാ വർഷവും ഇപ്പോഴും നടക്കണതാണ്. ഹനുമാൻ അവരുടെ പർവ്വതം റിട്ടേൺ ചെയ്യുന്നില്ല. ഇതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഒരു ഇടയിലൊരു രസമായിട്ടൊരു സംഭവം പറഞ്ഞതാണ്. അപ്പം നമുക്ക് പുരാണങ്ങളിൽ ഹനുമാൻ ശരിക്കും ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. ചിലത് മഹാഭാരതത്തിൻ്റെ മെയിൻ ബോഡിയിൽ തന്നെ കാണാം, ചിലതിൽ നമുക്ക് എന്താ ഈ റിസൻഷൻസ് ആയിട്ട് പിൽക്കാലത്ത് എഴുതി ചേർത്ത കഥകളായിട്ട് കാണാൻ പറ്റും. അതിൽ ഒരു പ്രധാന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിനൊക്കെ മുന്നേ വനവാസകാലമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്താണ് അർജുനൻ കടൽ തീരത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നിട്ട് ആലോചിച്ചു അത്രേ, ശ്രീരാമൻ വലിയ വില്ലാളിയായിരുന്നില്ലേ, എത്ര എളുപ്പത്തിന് അമ്പും വില്ലും കൊണ്ട് ഈ ചിറകെട്ടായിരുന്നു. ഈ വാനരന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കല്ലൊക്കെ ഇട്ടിട്ട് ഇത് കെട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വീസ്ലി മേഡ് എ ബ്രിഡ്ജ് യൂസിങ് ആരോസ്. അങ്ങനെ ചിന്തിച്ചു. ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറച്ചൊരു പുച്ഛവും തോന്നി രാമനോട്. ഞാൻ രാമനെക്കാട്ടിൽ എത്രയോ ഗംഭീര ആളാണ്, എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഞാനൊക്കെ അന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ രാമനൊരു സിമ്പിളായിട്ടൊരു ബ്രിഡ്ജ് കെട്ടിക്കൊടുത്തേനെ എന്ന് അർജുനൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു അത്രേ. ഈ രാമനെക്കുറിച്ച് ആരെന്ത് ചിന്തിച്ചാലും അപ്പം ഹനുമാൻ ശ്രദ്ധിക്കും ലോകത്തെവിടെ. അതാണ് ഹനുമാന്റെ സ്വഭാവം. ഹനുമാൻ മനസ്സാണ്, ബ്രഹ്മത്തിൽ ഉറച്ച മനസ്സാവുമ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ബ്രഹ്മത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മത്തിൻ്റെ ബോധം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കോസ്മിക് മൈൻഡല്ലേ ഹനുമാൻ. അപ്പോൾ ഹനുമാൻ ഉടനെ അർജുൻ ഇങ്ങനെ ചിന്തിച്ചത് അറിഞ്ഞു. അർജുനെ പോലെ ഒരാൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് ഉടനെ ആ സ്ഥലത്ത് വന്നു എന്നാണ് വന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരു പാട്ട് കഴിവൻ, ഒരു ഫ്രജൈലായിട്ടുള്ള എണീച്ച് നിൽക്കാൻ ജീവനില്ലാത്ത ഒരു വയസ്സൻ്റെ രൂപത്തിൽ പുള്ളി അവിടെ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് അർജുൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കണം ഈ കടലിനെ നോക്കിയിട്ട്. അപ്പോൾ അർജുനൻ ബ്രാഹ്മണനായതുകൊണ്ട് വേണം തൊഴുവൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ല ഞാൻ ആലോചിക്കുകയാണ്, ഈ രാമൻ ശരി ഇത്രയും വലിയൊരു വില്ലാളി വരുന്നതായിരിക്കില്ല, അങ്ങോട്ട് എളുപ്പത്തിലൊരു ഇത് കെട്ടായിരുന്നല്ലോ, ചിലപ്പോൾ അതിനുള്ള സ്കില്ല് അയാൾക്ക് ഉണ്ടായിരുന്നുണ്ടാവില്ല, ഞാനാണ് ഇപ്പോൾ കെട്ടിയെന്ന് പറഞ്ഞു. അല്ലല്ല അതുകൊണ്ടല്ല, എങ്ങനെ നമ്മൾ അസ്ത്രങ്ങൾ കൊണ്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയാലും വാനരന്മാരുടെ ഭാരം താങ്ങാൻ സാധിക്കില്ല, ആ ബ്രിഡ്ജ് തകർന്നു പോകും, ആ പാലം തകർന്നു പോകും. അതുകൊണ്ടാണ് രാമൻ അത് കെട്ടാഞ്ഞ്. വീരനായിട്ട് കാര്യമില്ല അർജുന, വിവേചന ബുദ്ധി വേണം എന്ന് കുത്തി പറഞ്ഞു. ഒന്ന് കുത്തി പറ, അതായത് നമ്മൾ കുറെ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിന്തിക്കണം ഇത് വർക്കബിളാണോ അല്ലയോ എന്ന് ചിന്തിക്കുക. അപ്പോൾ അർജുനൻ അത് ഈഗോ അടിച്ചു. അർജുൻ ഒന്നുമല്ല, ഞാൻ കാണിച്ചു തരാം, അന്നാ നീ ഉണ്ടാക്കുന്നു പറഞ്ഞു. അർജുനൻ മിനിറ്റുകൾ കൊണ്ട് ഒരു ഗംഭീര ഒരു ബ്രിഡ്ജ്, സീ ബ്രിഡ്ജ് അങ്ങോട്ട് ഉണ്ടാക്കി അസ്ത്രങ്ങൾ കൊണ്ട്. അതിങ്ങനെ ഇൻ്റർവോൺ ആക്കിയിട്ട് കിടക്കിട്ട് ഉണ്ടാക്കി. അർജുനൻ എന്നും ഇതാണല്ലോ പണി, എന്തെങ്കിലും ഏൽക്കും, പണി കിട്ടും, അവസാനം തീ ചടിച്ചാവും പോകും. ഇതാണല്ലോ സ്ഥിരം. അപ്പോൾ ഈ ഉണ്ടാക്കിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തി, ഈ ബ്രിഡ്ജ് പൊട്ടിച്ചാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും. അർജുനൻ പിന്നെ മിണ്ടിയതാണ്. ഉടനെ ഇപ്പോൾ സന്താനഗോപാലത്തിലൊക്കെ അങ്ങനെയാണല്ലോ, ഉടനെ അഗ്നിപ്രവേശം ചെയ്യും എന്ന് പറഞ്ഞു. എന്നാൽ അതൊന്നും നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണൻ ഒരു കുരങ്ങ് ചാടണം, ഒരൊറ്റ ചാട്ടം ചാടി ആ ബ്രിഡ്ജിലേക്ക്. ബ്രിഡ്ജ് 4 കഷ്ണം, ബ്രിഡ്ജ് 4 കഷ്ണമായിപ്പോയി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുനൻ തീക്കുണ്ടം കൂട്ടി അതിൽ ചാടാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ, ഞാൻ എപ്പോഴും സന്താനഗോപാലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബാക്കി ലോകത്തിൽ എല്ലാവരും വിളിച്ചാൽ മാത്രമേ കൃഷ്ണൻ വന്ന ചരിത്രമുള്ളൂ. ഈ അർജുനൻ ഓരോ കുണ്ടാമണ്ടികൾ ഒപ്പിക്കും, അതിലൊക്കെ പോയി പെടും, ജീവൻ കളയാൻ പോകും. അർജുനൻ വിളിക്കേണ്ട ആവശ്യമേ ഇല്ല, താനെ അവിടെ വരും. അതെന്തോ ഒരു കണക്ഷനാണത് അവർ തമ്മിൽ. കൃഷ്ണൻ്റെ ഹോൾ ലൈഫ് എടുത്ത് നോക്കൂ, ബാക്കി എല്ലാവരും വിളിച്ചിട്ടേ പോയിട്ടുള്ളൂ, വിളിക്കാതെ പോയിട്ടേ ഇല്ല ഏത് ആപൽഘട്ടത്തിലും ഒരാളെ സഹായിക്കാൻ. അർജുനൻ ആപൽഘട്ടത്തിലായാൽ മൂപ്പരവിടെ നിൽക്കും, ഇവൻ എപ്പോഴാണ് ചാട ആ സമയത്ത് പോയിട്ട് പുള്ളി അങ്ങോട്ട് പിടിക്കും. അപ്പോൾ ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ
എന്താ ഒരു പാണ്ഡവന്മാരെ ഇത്രയും തവണ രക്ഷിച്ച ആളാണെങ്കിലും ഇത് അർജുനൻ ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിലേക്കാണ് പോയതെന്ന് ഭഗവാന് തോന്നി. കാരണം എതിർത്തിരിക്കുന്ന ഹനുമാനോടാണ്. അപ്പോൾ ഇത് ഹനുമാനാണ് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. രണ്ടുപേർക്കും മനോവിഷമില്ലാണ്ട് ഇത് പരിഹരിക്കണം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇതിൻ്റെ സമയത്ത് തീയിൽ ചാടാൻ പോകുന്ന സമയത്ത് മറ്റൊരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ കൃഷ്ണൻ അവിടെ ചെന്നു. എന്താ സംഭവം ഇവിടെ, ഇതെന്താ ഇവിടെ തീ കൂട്ടിയിരിക്കണേ, ഇതെന്താ കുറേ അമ്പൊക്കെ ചെതറി കിടക്കണ്ടല്ലോ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഇവൻ പൊട്ടൻ, ഇവൻ രാമന് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് കാരണം. പറഞ്ഞു അവൻ കേട്ടില്ല, അവൻ തന്നെ ഉണ്ടാക്കിയത്, അവൻ എന്താ ചാടിച്ചാവണം. അപ്പോൾ പറഞ്ഞു അതെ, ഏത് പന്തയം വെക്കുമ്പോഴും 2 പാർട്ടി ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു സാക്ഷി വേണം, ഒരു വിറ്റ്നസ് വേണം. അത് പൊട്ടിയത് ലോകത്ത് വേറെ ആരും കണ്ടിട്ടില്ല. ഈ പന്തയം വെച്ച നീയും അവരും മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്ന് കാണണം, ഒന്നുകൂടെ ഉണ്ടാക്കുക പറഞ്ഞു. ഒന്നുകൂടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ വീണ്ടും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, കാരണം വീണ്ടും നാണം കെടാൻ പോകണം എന്നുള്ള ധൈര്യമായിട്ട് ഉണ്ടാക്കുന്നു. വീണ്ടും അങ്ങോട്ട് അസ്ത്രങ്ങൾ കൊണ്ടൊരു ഗംഭീരമായിട്ടുള്ളൊരു പാലം അങ്ങോട്ട് പോണത്. ഈ ഹനുമാൻ അങ്ങോട്ട് ആ ബ്രാഹ്മണനോട് പറഞ്ഞു, നീ ഇനി ചാടുകയെന്ന് പറഞ്ഞു. ഹനുമാൻ ചാടുതന്നെ എന്ത് ചെയ്തിട്ടത് പൊട്ടുന്നില്ല. പല ഭാഗത്ത് പോയിട്ട് ചാടി നോക്കി, തൻ്റെ ശരീരത്തിൻ്റെ ബലം കൂട്ടി നോക്കി. അവസാനം തൻ്റെ യഥാർത്ഥ രൂപം അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണമല്ല വലിപ്പത്തിനെടുത്തിട്ടും അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കുതിച്ച് ചാടിയിട്ടും 1 ഇഞ്ച് ആ അമ്പുകൾ അങ്ങോട്ടും അങ്ങോട്ടും അനങ്ങിയില്ലാന്ന്. ഇത് കണ്ടോട്ട് അർജുനന് ഉറപ്പായി ഇത് കൃഷ്ണനാണ്. അർജുനൻ ഉടനെ അങ്ങോട്ട് നമസ്കരിച്ചപ്പോൾ ഹനുമാനും തോന്നി ഇത് തൻ്റെ നാഥനായിട്ടുള്ള രാമനല്ലേ എന്ന് തോന്നി. ഭഗവാനെ, ആ ബ്രാഹ്മണനെ അങ്ങോട്ട് നമസ്കരിച്ചു. ഒരേ സമയം അർജുനന് കൃഷ്ണനായിട്ടും ഹനുമാന് രാമനായിട്ടും കണ്ടു എന്ന് പറയാറുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇതിന്ന് ഒരു പാഠവും പഠിച്ചു. അർജുനൻ അല്പം എന്താ പറയുക വിനയം പഠിച്ചു. ഹനുമാൻ എന്ത് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ഭക്തി ഉണ്ടെങ്കിലും മറ്റൊരാളുടെ ശക്തിയോ ഭക്തിയോ ഒന്നും പരീക്ഷിക്കാൻ നിൽക്കരുത്. നമുക്ക് അതുകൊണ്ട് നമ്മളൊരു ഈശ്വരൻ്റെ ഭക്തനാണെന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു ഉടമസ്ഥാവകാശവും വരുന്നില്ല. ഈശ്വര നിശ്ചയമാണ് ഈ പ്രപഞ്ചത്തിലല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അന്ന് അവിടെ വെച്ചിട്ടാണ് അത്ര ചില കഥകളിൽ കല്യാണ സൗഗന്ധികത്തിൽ ഭീമന് കൊടുക്കുന്ന വാക്കായിട്ടാണ് പറയണത്. പക്ഷേ ഈ കഥയിൽ പറഞ്ഞത് അവിടെ വെച്ചാത്ര പറഞ്ഞത്, അർജുനന് കൊടിയടയാളായിട്ട് അങ്ങ് തെളിക്കണ തേരിൽ ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് കൊടുത്തത് അവിടെ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഈ അർജുനൻ്റെ ഓരോ എന്താ പറയുക യുദ്ധരംഗത്തെ ഓരോ ചുവടിലും നമ്മൾ ശരിക്കൊരു സൈലൻറ്റ് സ്പെക്ടേറ്ററോ അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ടറായിട്ട് ഹനുമാൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് പല സ്ഥലത്ത് കാണാൻ പറ്റും. മഹാഭാരതത്തിൽ ഉടനീളം നമുക്കത് കാണാൻ സാധിക്കും. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർണൻ അർജുനനെ ശരമാരി കൊണ്ട് അങ്ങോട്ട് പൊറുതി മുട്ടുന്ന സമയത്ത്, അങ്ങനെ അടിച്ച് തകർക്കുന്ന സമയത്ത് ഈ അർജുനൻ്റെ തേരിങ്ങനെ കുലുങ്ങും അത്ര. ഈ ശരങ്ങളുടെ ആഘാതം കൊണ്ട് ഭഗവാൻ എത്ര കുതിരകളെ, ആ ശൈബ്യം ബലാഹകം പുഷ്പകം എന്നൊക്കെ പറഞ്ഞ കുതിരകളുണ്ടല്ലോ, ആ കുതിരകളെ ഭഗവാൻ എത്ര കൺട്രോൾ ചെയ്ത് പിടിച്ചാലും എത്ര ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തിയാൽ ഈ കർണൻ്റെ ഈ ആരോസിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് അർജുനൻ്റെ തേരിന് ഇളക്കം തട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് അത്ര എന്താ പറയുക ഒരു കാര്യം ശ്രദ്ധിച്ചത്. കൃഷ്ണൻ അർജുനനെ ഈ കർണൻ്റെ അമ്പുകൾ വരുന്നതിൽ നിന്ന് തടയത്തക്ക വണ്ണം തേര് അങ്ങോട്ട് തിരിക്കുക ഒന്നും ചെയ്യുന്നില്ല. വരണത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കില്ലേ. അപ്പോൾ അർജുനൻ തന്നെ ഒരു സംശയമായി, ഇതെന്താ അതായത് കർണൻ എയ്യണതിൽ കൃഷ്ണൻ ആസ്വദിക്കുന്നുണ്ടോ തോന്നിപ്പോയി. കൃഷ്ണൻ അതിനെ ഒരു കളിയായിട്ട് എടുത്തിട്ടാണ് ഈ തേരിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അർജുൻ ചോദിച്ചു അത്രേ, അങ്ങ് എന്തുകൊണ്ടാണ് തേരിനെ ദിശ മാറ്റാത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ, അതിൽ ഒരു അസ്ത്രം പോലും നിൻ്റെ മേലെ കൊള്ളില്ല. കാരണം എൻ്റെ ശരീരത്തിൽ കൊണ്ടാലും അത് മുകളിലിരിക്കുന്ന ആൾ നിൻ്റെ ശരീരത്തിൽ തട്ടാണ്ട് നോക്കുന്നുണ്ട് പറഞ്ഞു. ഹനുമാൻ അതിനെ ആ ഡിഫ്ലക്ഷനാണ് വാസ്തവത്തിൽ ഈ തേരിൻ്റെ അളക്കമായിരുന്നത്. ഹനുമാൻ ഇത് ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെ അടിച്ചു തെറിപ്പിക്കുകയാണ് അദ്ദേഹം ഓരോ അസ്ത്രങ്ങളിൽ. അങ്ങനെ ഒരു കഥ അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ
യുദ്ധരംഗത്തുണ്ടായിട്ടുള്ള ഒരു സംഭവം. ഇപ്പം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഭഗവാൻ ചക്രം എടുത്ത് ചാടി ഭീഷ്മരുടെ നേരെ. ഭഗവാൻ കോപിച്ച് ചാടിയ ഒരേ ഒരു സമയമാണത്. അത് സുദർശനമൊന്നുമല്ല, അവിടെ കിടന്നൊരു തേർച്ചക്രമാണ് എടുത്ത് ചാടിയത്. അത് പിൽക്കാലത്ത് ആൾക്കാരെ സുദർശനാക്കി മാറ്റിയതാണ്. യഥാർത്ഥത്തിൽ അവിടെ കിടന്നൊരു തേർച്ചക്രം എടുത്തിട്ടാണ് ചാടിയത്. അതേപോലെ ഈ കർണനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയിൽ അസാമാന്യ യുദ്ധമാണ്. അർജുനെ അങ്ങോട്ട് എന്താ പറയുക, നിക്കക്കള്ളിയില്ലാത്ത വണ്ണം ആക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഹനുമാൻ ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതിൻ്റെ മുകളിൽ കൃഷ്ണൻ്റെ ശരീരത്തിനെ ഒരു ദയയില്ലാതെ അസ്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി കർണൻ. തേരാളിക്ക് തിരിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. എപ്പോഴും കുതിരകൾ തേരാളിയും കൊന്നിട്ടാണ് യോദ്ധാവിനെ കൊല്ലുക. തേരാളുടെ ജീവൻ അങ്ങനെ പോകാനുള്ളതാണ്. അതിന് ഒരു ദയയില്ലാതെയാണ് ചെയ്യുക. ആദ്യം അതിൽ കാണാം നമുക്ക് 2 അസ്ത്രം കൊണ്ട് തേരാളിയും 5 അസ്ത്രം കൊണ്ട് കുതിരകളെയും കൊന്നിട്ട് യോദ്ധാവിനെയും കൊന്നു. ഇങ്ങനെയൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ കാണുക നമ്മൾ ഈ 18 ദിവസത്തെ യുദ്ധത്തിലും. അപ്പോൾ കൃഷ്ണൻ്റെ ശരീരത്തിലേക്ക് കർണൻ ശരമാരി അടിക്കുന്ന കാരണം ഭഗവാന്റെ ശരീരം മുഴുവൻ രക്തമയായിരുന്നു. അതായത് കൊണ്ട് മുറിയാണ്, ദേഹം മുഴുവൻ മുറിയാണ്. ഇപ്പം ഞാൻ തന്നെ മുമ്പ് ചില പ്രഭാഷണങ്ങൾ പറഞ്ഞു, രാത്രിയായി ആ തൻ്റെ ശരീരത്തിലെ മുറിവ് വെച്ച് കെട്ടാൻ പോലും ഭഗവാന് സമയമില്ല. ആ കുതിരകൾക്ക് വന്നിട്ടുള്ള മുറിവുകൾ വെച്ച് കെട്ടണം. അതിനുശേഷം കുളിച്ച് ജപിച്ച് ഇവരുടെ കൂടിയാലോചനയ്ക്ക് പോയിരിക്കണം. അത് കഴിഞ്ഞ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കണം അവന്മാരുടെ ആയുസിന് വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൽ മരുന്ന് വെച്ച് കെട്ടാൻ കൃഷ്ണന് 18 ദിവസവും സമയം കിട്ടിയിട്ടില്ല. അന്നത്തെ ദിവസങ്ങളിൽ ക്ലീൻ ഷേവുള്ള കൃഷ്ണനെ നമുക്ക് കാണാൻ കിട്ടില്ല. താടിമുടികളോട് കൂടിയിട്ടുള്ള കൃഷ്ണനാണ് ആ 18 ദിവസവും. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ ശരീരത്തിനെ അങ്ങോട്ട് കീറി മുറിക്കണ കണ്ടിട്ട് ഹനുമാൻ അങ്ങോട്ട് സഹിച്ചില്ല എന്നാണ് പറഞ്ഞു. തൻ്റെ നാഥൻ്റെ ശരീരത്തിൽ ഇത്രമാത്രം മുറിവുകൾ ഉണ്ടാവുന്നത് അദ്ദേഹത്തിന് സഹിക്കാത്ത കാരണം അദ്ദേഹം ആ തേരിൻ്റെ മുകളിൽ നിന്ന് എടുത്തങ്ങോട്ട് ചാടി. എടുത്ത് ചാടിയിട്ട് ഒരു നിപ്പങ്ങോട്ട് നിന്നത്ര. ആ നിന്നിട്ടൊരു ചീറലങ്ങോട്ട് ചീറി. വാനരങ്ങൾ ചീറില്ലേ, ധനുഷ്ട്ര പുറത്തേക്ക് ഇട്ടിട്ട് ഒരു ചീറലങ്ങോട്ട് ചീറിയാൽ തന്നെ കുറേ സൈന്യങ്ങൾ ചത്തുപോയിതാ. ആ ചീറിയ ചീറൽ കർണൻ അങ്ങോട്ട് ഒലഞ്ഞിട്ട് പുറകോട്ടേക്ക് വീഴുകയും വില്ല് കയ്യിൽ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. ഭഗവാൻ ആ ചാടിയ നിന്ന് നിപ്പില്ലെന്നാ. അടുത്ത സെക്കൻഡ് കർണനെ ഹനുമാൻ കൊന്നുകളയും എന്ന അവസ്ഥയായപ്പോൾ ഭഗവാൻ തേരുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓടിച്ചെന്നിട്ട് ഹനുമാന്റെ വലത്തെ തോളത്ത് അങ്ങോട്ട് തൊട്ടിട്ട് അങ്ങോട്ട് പിടിച്ചു അത്രേ. അപ്പോഴും അങ്ങോട്ട് നോക്കിയാത്ര നിൽക്കണത്. അത് ഇങ്ങനെ തീപാർന്ന കണ്ണുകളോട് കൂടിയിട്ട് ചീറിക്കൊണ്ട് നിൽക്കുക. 2 കയ്യും ഇങ്ങനെ മുഷ്ടി ഉരുട്ടി പിടിച്ചിട്ട്, വാനരമല്ലേ, വാലിങ്ങനെ വളഞ്ഞിട്ട് ആകാശം മുട്ടണ ഉയരത്തിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. കാലും കൂടെ അകത്തി ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് അത് ഇപ്പം കൊന്നുകളയും എല്ലാറ്റിനെയും എന്ന ഭാവത്തിൽ. അത് പിന്നെ യുദ്ധം പിന്നില്ല. ഹനുമാൻ ഇറങ്ങിയ പിന്നെ മഹാഭാരത യുദ്ധം ആ സമയം അവസാനിച്ചു. അപ്പം ഭഗവാനാണ് പിടിച്ചത് പോലും ആ നേരത്ത് ഹനുമാന് ബോധം വരാത്ത വണ്ണം ക്രോധമായിരുന്നു എന്നാണ് പറഞ്ഞു. അപ്പോൾ ആഞ്ജനേയ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോഴത്രേ ഭഗവാനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണത്രേ ഭഗവാനാണെന്ന് കണ്ടിട്ട് അങ്ങനെ ഭാവം അങ്ങോട്ട് മാറി. കണ്ണുകളങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഭഗവാൻ അങ്ങോട്ട് പിടിച്ച് തേരിൻ്റെ മുകളിലേക്ക് കൊണ്ടിട്ട് ഇരുത്തുക ചെയ്തത്. ഇങ്ങനൊരു എപ്പിസോഡ് പറയാറുണ്ട്. അതായത് ഭഗവാന്റെ ശരീരത്തിൽ വരുന്ന മുറിവിനെ താങ്ങാൻ പറ്റാത്ത പക്ഷെ അത് പിന്നെ ആ യുദ്ധം കഴിയുന്നത് വരെ അദ്ദേഹം വളരെ ശാന്തനായിട്ടിരുന്നു എന്നാ പറഞ്ഞു. ഇവർ തമ്മിലുള്ള മറ്റൊരു കൂടിക്കാഴ്ചയും കൂടി. ആ കൂടിക്കാഴ്ചയും കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഒന്ന്, ആ കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ ഈ തേരിൻ്റെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളൊരു കഥയാണെങ്കിലും ഈ സന്ദർഭത്തിൽ അത് വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, ബലാഹകം പറഞ്ഞ് ഈ 4 കുതിരകൾ, ആ 4 കുതിരകളും അതേമാതിരി ഈ ഗംഭീരമായിട്ടുള്ള കപിധ്വജത്തോട് കൂടിയിട്ടുള്ള ഈ തേര്, ഇത് ഗാണ്ഡവദാഹത്തിൻ്റെ സമയത്ത് അഗ്നി കൊടുത്തു എന്നും ചില കഥകളിൽ വരുണനാണ്, സമുദ്രമാണ് ഈ തേരിനെ അർജുനന് കൊടുത്തതെന്നും ഒക്കെ പറയാറുണ്ട്. ഈ തേരിൻ്റെ പേര് നന്ദിഘോഷം എന്നാണ്. നന്ദിഘോഷം എന്നുള്ള ഈ തേര് അനവധി ദേവാസുര യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളൊരു തേരാണ്. അതൊരു സൂപ്പർ കാറാണ് ശരിക്കും. നമ്മളിപ്പോൾ ബാറ്റ്മാനിലൊക്കെ കാരണം ബാറ്റ് കാറൊക്കെ അതൊക്കെ പോലെയുള്ള ബാറ്റ് വെഹിക്കിളൊക്കെ പോലെയൊക്കെ അനവധി സിദ്ധികൾ പല പല സംഭവങ്ങളുള്ളൊരു ഒരു തേരാണത്. ആ തേര് ഈ യുദ്ധസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുദ്ധത്തിൻ്റെ അവസാനത്തെ ദിവസം 18ാമത്തെ ദിവസവും കഴിഞ്ഞു, എല്ലാ യുദ്ധമൊക്കെ ജയിച്ചു. യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാന തേരാളികളെയൊക്കെ നമ്മൾ യോദ്ധാക്കളെയൊക്കെ നമ്മൾ മഹാരഥികളെന്നാണ് പറയുക. അപ്പോൾ ഈ മഹാരഥികളെ തേരാളി ഇറങ്ങി ചെന്നിട്ട് കൈ കൊടുത്തിട്ട് പിടിച്ചിറക്കണം. അതാണ് പ്രോട്ടോക്കോൾ. അപ്പോൾ യുധിഷ്ഠിരൻ്റെ തേരാളി ഇറങ്ങിപ്പോയിട്ട് യുധിഷ്ഠിരനെ ഇറക്കുന്നുണ്ട്, ഭീമൻ്റെ ഇറക്കുന്നുണ്ട്, നകുല സഹദേവന്മാരുടെ ഇറക്കുന്നുണ്ട്, സാത്വികിയുടെ ഇറക്കും, ഇവരൊക്കെ ഇറക്കുന്നുണ്ട്.
അർജുനൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക, കൃഷ്ണൻ വന്നിട്ട് തന്നെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട്. കൃഷ്ണനെ തിരിഞ്ഞു നോക്കിയിട്ട് എന്താ അർജുന ഇറങ്ങണില്ലേന്ന് ചോദിച്ചു, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അർജുനൻ അത് ഭയങ്കര ഈഗോ പ്രശ്നമായി. അപ്പോൾ അല്ല അങ്ങ് വന്ന് എന്നെ ഇറക്കുന്നില്ല, നീ ഇറങ്ങ്, വേഗം ഇറങ്ങാം. അപ്പോൾ അർജുൻ മനസ്സോടെയാണ്, എവിടെ ദ്രൗപദിയൊക്കെ താലമായിട്ടൊക്കെ നിൽക്കുക സ്വീകരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അർജുൻ മനസ്സോടെ ഇറങ്ങിയിട്ട് അവിടെ തന്നെ നിന്നു. എന്താ നിൽക്കണം, നടക്ക്, കുറച്ച് ദൂരം വേഗം നടക്ക് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ വളരെ ലാഘവമായിട്ടാണ് പറയണത്. അർജുനൻ മനസ്സോടെ അങ്ങോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നിട്ട് കുറച്ചങ്ങോട്ട് ചെയ്യുന്ന അത്രയല്ല, ഇനിയും ദൂരേക്ക് നിൽക്കാൻ പറഞ്ഞു. എന്നാൽ അർജുനൻ കുറെ കൂടെ ദൂരേക്ക് നിന്നപ്പോൾ ഭഗവാൻ ആ ചമ്മട്ടി അവിടെ വെച്ച് ആ തേരിനെ തൊഴുത് കുതിരകളെ ആദ്യം അഴിച്ചു വിട്ടു. കുതിരകളൊക്കെ ഒരു ഡിസ്റ്റൻസ് എത്തി. ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങി തേരിനെ തൊഴുതിട്ട് ഭഗവാൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയ സമയത്ത് ആ തേരൊന്ന് കുലുങ്ങി അത്ര പുറകിൽ എന്തോ പോയ പോലെ. അടുത്ത നിമിഷം ഒരു മഹാസ്ഫോടനം ഉണ്ടാവുകയും ആ തേര് അനേകായിരം കഷ്ണങ്ങളായിട്ട് കത്തി ചാമ്പലായി നാമാവശേഷമായി പോയി. അർജുനൻ ഭയന്നു പോയി എന്നാണ് പറഞ്ഞത് കണ്ടിട്ട്. എന്താ ഭഗവാനെ ഉണ്ടായതെന്ന് ചോദിച്ചു. ഞാൻ ഇറങ്ങിയാൽ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഹനുമാൻ പോവും. ഈ തേര് എന്നോ കത്തിച്ചാമ്പലായി കഴിഞ്ഞു, ഭീഷ്മദ്രോണാദികളുടെയും കർണൻ്റെയും ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട്. അത്ര ഭയങ്കരം. അതിനും പോരാണ്ട് ദുര്യോധനം ചെയ്തിട്ടുള്ള ദുർമന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ഇതൊക്കെ നിന്നെ ചൂഴ്ന്നു നിന്നത് ഞാനിരിക്കെ ഈ മുകളിലിരുന്ന ആളെ കാരണമാണ്. ഹനുമാനെ ഒരാഭിചാരവും തൊട്ടില്ല. സകല അസ്ത്രങ്ങളെയും ഭഗവാൻ തടഞ്ഞു നിർത്തിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ അസ്ത്രങ്ങളുടെയൊക്കെ മന്ത്രശക്തി അവിടെ അന്തരീക്ഷത്തിൽ അപ്പോഴും നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് ഈശ്വരാധീനം പോകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെ പോകുന്നോ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പോകുമ്പോൾ ഈ സെക്കൻഡിൽ നമ്മളെ രോഗാണുക്കൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പോകുമ്പോൾ നമ്മൾ സക്കംഡാവണം. അതേപോലെ തന്നെ ഈശ്വരാധീനം നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണോ സകല നെഗറ്റിവിറ്റി നമ്മളിലേക്ക് അടിച്ചു കയറുന്നത്, അതേ സംഭവമാണ് അവിടെ നടന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ഇത് ബ്ലാസ്റ്റായി പോകണം. കാരണം ഭഗവാൻ ഇരിക്കേ ഹനുമാൻ അവിടെ ഇരിക്കുള്ളൂ. ഭഗവാൻ പോയി ഈശ്വരൻ വിട്ടൊരു ശരീരത്തിൽ മനസ്സ് എന്നൊരു സംഭവം വിട്ടുപോകും. മനസ്സ് ദുർബലവും, അല്ലെങ്കിൽ മനസ്സ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം നശിക്കുകയുള്ളൂ, മരണം സംഭവിക്കും. ഇതാണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അർജുനന് മാത്രം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയാറുണ്ട് ഈ നന്ദിഘോഷത്തിൻ്റെ കഥ പറഞ്ഞിട്ട്. അപ്പം മാത്രമല്ല ആ ശല്യപർവ്വം എന്ന് പറഞ്ഞ ശല്യപർവ്വത്തിലാണ് ശരിക്കത് വരുന്നത്. അധാവതീർണ ഭൂതാനാമീശ്വരേ സുമഹാത്മനി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നൊരു ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൃഷ്ണൻ ആ തേരിന്ന് വരുണനാൽ നൽകപ്പെട്ടിട്ടുള്ള ആ തേരിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹനുമാൻ ആ കൊടിമരത്തുനിന്ന് പോയപ്പോൾ ആ തേര് 100,000 കഷ്ണങ്ങളായിട്ട് സ്ഫോടനത്തിൽ തകർന്നു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ പറഞ്ഞതാണ്, ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ, ഹനുമാൻ പോയിരുന്നെങ്കിൽ, നീ അപ്പോഴും തേർത്തട്ടിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരുന്നിരിക്കും? നീ നശിച്ചു, ശരീരം ചിന്ന ഭിന്നമായി പോകുമായിരുന്നു എന്നാ പറയണം. അപ്പം ആ എന്താ പറയുക കഥ പറഞ്ഞിട്ട് അവസാനമായിട്ട് ദ്വാരകയിൽ വെച്ചിട്ട് ഇവർ കൂടിക്കണ്ട ഒരു കഥയും കൂടെ പറഞ്ഞ് നമുക്ക് ഇത് തീർക്കാം. പരാശര സംഹിതയിൽ ഒരു കഥയുണ്ട്. പരാശര സംഹിത എന്ന് പറഞ്ഞാൽ, പരാശരൻ എന്ന് പറഞ്ഞാൽ വ്യാസൻ്റെ അച്ഛൻ. അദ്ദേഹം ഈ പരാശര സംഹിത ജ്യോതിഷമായിട്ടൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു ഗ്രന്ഥമാണ്. അതിൻ്റെ 48ാമത്തെ അധ്യായത്തിൽ ദ്വാരകയിൽ ഹനുമാൻ വന്നൊരു കഥ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഗരുഡന് ഭയങ്കര അഹങ്കാരം വന്നു അത്രേ. തൻ്റെ കഴിവിൽ, തൻ്റെ ശക്തി ഭയങ്കരമാണ്, തന്നെ ആർക്കും ഈ ലോകത്തിൽ പേടിയില്ല, അല്ല എതിർക്കാൻ ധൈര്യമില്ല, എല്ലാവർക്കും എന്നെ പേടിയാണ്, എനിക്ക് നാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചനാഥനായിട്ടുള്ള ജഗന്നാഥനായിട്ടുള്ള നാരായണനാണ് എൻ്റെ നാഥൻ, അതുകൊണ്ട് എനിക്ക് ആരും പേടിക്കാനില്ല എന്നൊരു ചിന്ത ഗരുഡന് വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിനെ താങ്ങി നിർത്തുന്ന ഭഗവാനെ താങ്ങണവനല്ലേ ഞാൻ, ആ ഒരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ടായി. ഇപ്പോഴും നമ്മൾ ഗുരുവായൂർ ഭഗവാനെ പൂർണ്ണമായിട്ട് ആവാഹിക്കും ആറാട്ടിൻ്റെ അന്ന്. ഗുരുവായൂരപ്പനെ മുഴുവനായിട്ട് വിഗ്രഹത്തിൽ നിന്ന് ആവാഹിച്ച് വിഗ്രഹത്തിനെ പട്ടിട്ട് കെട്ടി മൃതശരീര തുല്യം കെട്ടിവെക്കും. കാരണം ചൈതന്യം മുഴുവൻ പുറത്തേക്ക് വരും ആ ആറാട്ട് വിഗ്രഹത്തിൽ അവസാനത്തെ ദിവസം. അപ്പോൾ ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുമ്പോൾ ആ ആനയ്ക്ക് ഭഗവാനെ താങ്ങണ്ടേ, അതുകൊണ്ട് ഗരുഡനെ ആവാഹിക്കും, വാഹനത്തിനെ ആവാഹിക്കും, ന്യസിക്കും. ആ ഗരുഡ ചൈതന്യത്തെ ഈ ഏത് ആനയാണോ എടുക്കുന്നത് ആ ആനയുടെ ശരീരത്തിലേക്ക് ഗരുഡനെ ആവാഹിക്കും. എന്നാലേ എത്ര ഗുരുവായൂരപ്പനെ താങ്ങാൻ പറ്റുള്ളൂ. ഗരുഡന് മാത്രമല്ലേ ഭഗവാനെ താങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഗരുഡൻ്റെ അഹങ്കാരം എന്നാണ്, ഞാൻ ഭഗവാനെ താങ്ങണം, ഭഗവാൻ പ്രപഞ്ചച്ച വിഷ്ണു, ആ വിഷ്ണുവിനെ താങ്ങണവൻ ഞാൻ, അപ്പോൾ എൻ്റെ ശക്തി എത്രമാത്രം എന്നൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക, ഒരു ദിവസം ഭഗവാൻ വിളിച്ചു,
ഇവിടെ വരൂ, ഗരുത്മന്ത എൻ്റെ അടുത്തേക്ക് വരൂ എന്നിട്ട് പറയുകയാണ്, ഒരു വളരെ ശക്തിയുള്ള മറ്റൊരു ഭക്തൻ എനിക്കുണ്ട്, അവൻ ഗന്ധമാദന പർവ്വതത്തിലായിരിക്കണം, അവൻ്റെ പേര് ഹനുമാൻ എന്നാണ്. കൃഷ്ണൻ പറയുകയാണ് ഗരുഡൻ്റെ അടുത്ത്, നീ പോയിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് നിൻ്റെ ബലപരീക്ഷണം നടത്തിയിട്ട് വാ എന്ന് കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്ക് പിന്നെ ലോകത്തിൽ ധൈര്യമായിട്ട് പറയാം നീയാണ് ഏറ്റവും ഭയങ്കര ശക്തന്. ഇത് എന്താ പറയുക, നിനക്കൊരു ചീത്തപ്പേര് വരരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് പോയിട്ട് പറഞ്ഞ്, നാരദൻ ചെയ്യേണ്ട പണി ഇവിടെ ഭഗവാൻ തന്നെ ചെയ്തിട്ട് ഗരുഡനെ പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹനുമാൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഗന്ധമാദന പർവ്വതത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഹനുമാൻ പാവം ദ്വാപരയുഗത്തിലൊക്കെ അദ്ദേഹം സന്യാസിയാണല്ലോ, പഴയമാതിരി യോദ്ധാവൊന്നുമില്ല, അവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. ആ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് ഈ എന്താ പറയുക, ഹനുമാൻ്റെ അടുത്ത് ചെന്നിട്ട് ചില അലർച്ചകളൊക്കെ ഉണ്ടാക്കി നോക്കും. ഹനുമാൻ ഉണരില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എന്തോ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയപ്പോൾ മാത്രം ഒന്ന് കണ്ണു തുറന്ന് നോക്കും, കാര്യമാക്കില്ല, വീണ്ടും ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗരുഡൻ ഭയങ്കര ഒരു എന്താ പറയുക അപമാനമായി, എന്നെ ഇത്ര പുച്ഛമായിട്ട് ശ്രദ്ധിക്കുക പോലും ചെയ്യാണ്ട് ഇരിക്കണമല്ലോ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഹനുമാൻ്റെ നേരെ പാഞ്ഞെടുത്തപ്പോൾ ഹനുമാൻ ആ സമയത്ത് പ്രാണായാമം അഭ്യസിച്ചുകൊണ്ടിരിക്കുക. ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേകമുണ്ട്. ഹനുമാൻ സ്വാമി ഏകദേശം 120 വർഷം കൂടുമ്പോഴാണ് ഒരു ശ്വാസം അകത്തേക്ക് എടുക്കുക. അദ്ദേഹം ശരീരം വെടിയും ഒരു ദിവസം. ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും ജീവിക്കണം എന്നല്ല അർത്ഥം, കൽപ്പം കഴിയണത് വരെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്രമത്തിൻ്റെ ഒരു കാലഘട്ടം കഴിയണ വരെ എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ബ്രത്തിൻ്റെ ലെങ്ത് കൂട്ടുകയാണ്. എല്ലാവർക്കും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ബ്രത്ത് ഉണ്ട്. ശ്വാസം എല്ലാവർക്കും ഫിക്സഡ് നമ്പർ, അത് എത്ര നേരത്തെ തീരണം അത്രയും നേരത്തെ പോകും. അതുകൊണ്ടാണ് കോപിക്കരുത്, ഭോഗങ്ങളിൽ ഏർപ്പെടരുത്. കാരണം ഇതൊക്കെ നമ്മുടെ ശ്വാസഗതി വേഗത്തിൽ തീർത്ത് കളയണതാണ്. യോഗി അതിൻ്റെ ലെങ്ത് കൂട്ടിക്കൊണ്ടിരുന്നു, അതിൻ്റെ ഇൻ്റർവെൽ കൂട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം 120 കൊല്ലം കൂടുമ്പോഴാണ് ഒരു ബ്രത്ത് കുറച്ച് അകത്തേക്ക് എടുക്കുന്നത്, പിന്നെ 120 കൊല്ലം കഴിഞ്ഞിട്ട് മെല്ലെ പുറത്തേക്ക് വിടുന്നത്. അങ്ങനെയൊക്കെയാണ് കണക്ക്. അപ്പം ഇതൊരു റഫ് ഐഡിയ ആണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പക്ഷെ ആ എടുക്കലും ആ പുറത്തേക്കുള്ള ശ്വാസത്തിലും ഗരുഡൻ പറന്നുപോയി. ഗരുഡൻ പറന്നുപോയി ഇദ്ദേഹത്തിൻ്റെ ശക്തിയിൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വീണ് ഗരുഡൻ്റെ ശരീരത്തിൽ എല്ലുകളൊക്കെ ഒടിഞ്ഞു നുറുങ്ങി അദ്ദേഹത്തിന് ഭയങ്കര വേദന അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ വേദനിച്ചുകൊണ്ട് എന്താ ഇരിക്കുന്ന സമയത്ത് അടുത്ത സെക്കൻഡിൽ ഹനുമാൻ അതിശക്തമായിട്ട് ഊതിയത്ര വായ കൊണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ദൂരേക്ക് പോയി, വാലിലങ്ങോട്ട് ചുരുട്ടി പിടിച്ചു, ഞെരിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗരുഡൻ തൻ്റെ സകല പൂർവികരെയും ചിന്തിച്ചു എന്നാണ് പറയണത്. ഇതൊക്കെ കഥയാണ്. നമ്മളിതിനെ ഗരുഡൻ്റെ ഒരു ഇതായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഗരുഡൻ എന്ന് പറഞ്ഞാൽ മഹാഭക്തനും മഹാശക്തനുമാണ് ഭഗവാൻ. അപ്പോൾ എന്താണെങ്കിലും ഗരുഡനെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കി ഹനുമാൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ ത്രിമൂർത്തികളുടെയും അംശമുള്ളവനാണെന്ന് ഗരുഡന് ആ അവസ്ഥയിൽ കിടന്നപ്പോൾ മനസ്സിലായത് ഓർമ്മയുള്ളൂ. അടുത്ത സെക്കൻഡ് ആ വാലങ്ങോട്ട് തുറന്നിട്ട് എവിടേക്ക് ഒരു ഏറ് എറിഞ്ഞു. എവിടെയോ ഇതൊക്കെ മൂപ്പര് ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കണുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗരുഡൻ പേടിച്ച് പറിച്ചിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇത് ശരിക്കും ആരാന്ന് ചോദിച്ചു. ഇതാരാണ് അങ്ങ് എന്തൊരു ചതിയാണ് എന്നോട് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇത്രയും നന്നാക്കി മനസ്സിലാക്കിയ വേറൊരാളെ ഈ പ്രപഞ്ചത്തിൽ വേറെ കാണില്ല. അതുകൊണ്ട് ഗരുഡ നീ പോയിട്ട് അദ്ദേഹത്തെ എന്നെ കാണാനായിട്ട് വിളിച്ചിട്ട് വാ. ഞാൻ വിളിച്ചു എന്ന് പറയരുത്, കൃഷ്ണൻ വിളിച്ചു എന്ന് പറയരുത്, സീതാരാമൻ വിളിച്ചു എന്ന് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ധ്യാനത്തിൽ നിന്ന് ഉണരി ആ സെക്കൻഡിൽ ഇങ്ങോട്ട് ഓടി വരും എന്ന് പറഞ്ഞിട്ട് ഗരുഡനെ പറഞ്ഞയച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഗരുഡൻ പോയിട്ട് ഇദ്ദേഹത്തെ വിളിച്ച് എന്താ പറയുക ക്ഷണിച്ചു കൊണ്ടുവന്നു എന്നാണ് ഒരു ആ കഥയിൽ വരുന്നത്. അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാശര സംഹിതയിൽ ഹനുമാൻ ഇത് കേട്ട പാടെ ഗരുഡൻ വന്നിട്ട് അങ്ങേ സീതാരാമൻ വിളിക്കണമെന്ന് കേട്ട പാടെ എവിടെയെന്ന് വെച്ചിട്ട് വരൂ പോവാ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടെ വന്നു. അങ്ങനെ ദ്വാരകയിലേക്ക് വരുമ്പോൾ ഇവിടെ കൃഷ്ണൻ ഈ എന്താ പറയുക രുക്മിണിയുടെ അടുത്ത് സത്യഭാമയുടെ അടുത്താണ് ആദ്യം പറയുക. അവൻ വരുമ്പോൾ ഞാൻ രാമൻ്റെ രൂപത്തിലും നീ സീതയുടെ രൂപത്തിലും നിൽക്കണം പറഞ്ഞു. അപ്പോൾ സത്യഭാമ പറഞ്ഞു എനിക്ക് സീതയുടെ രൂപമൊന്നും അവൻ അറിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണമെങ്കിൽ രുക്മിണിയുടെ അടുത്ത് ചെയ്തോളാൻ പറ എന്ന് പറഞ്ഞു. കാരണം രുക്മിണിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. രുക്മിണി കേട്ട പാതി സീതയുടെ രൂപമായി. രുക്മിണി അത്രയും സാധന ബലമുള്ളൊരു സ്ത്രീയാണല്ലോ, മഹാലക്ഷ്മി തന്നെ. അപ്പോൾ ദേവി സീതയുടെ രൂപത്തിലും ഭഗവാൻ രാമൻ്റെ രൂപത്തിലും നിന്നിട്ടാണത്രേ ഹനുമാനെ ദ്വാരകയുടെ കവാടത്തിൽ സ്വീകരിച്ചത്. അപ്പോൾ
അത് പറയുന്നുണ്ട്. ശ്രീകൃഷ്ണ രുക്മിണീ വീക്ഷ്യ കർത്തൃമാജ്ഞാം പ്രയച്ഛതി എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്ഷേത്ര സദസ്സൊക്കെയാണെങ്കിൽ ഞാനത് വിസ്തരിച്ച് ആ ശ്ലോകമൊക്കെ പറയായിരുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതാണ്. കൃഷ്ണൻ രുക്മിണിയുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണനാണ് രുക്മിണിയാണെന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളെ നമസ്കരിക്കില്ല. രാമനും സീതയായിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ നമസ്കരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വേഷം മാറാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു. ആ ദേവി സാക്ഷാൽ ജാനകിയെപ്പോലെ സർവാഭരണ ഭൂഷിതയായിട്ട് അവിടെ നിന്നു എന്ന് മാത്രമല്ല, ഭഗവാൻ തൻ്റെ മായാശക്തി കൊണ്ട് അയോധ്യയാക്കി മാറ്റിയത്രേ ദ്വാരകയെ. ഇനി അദ്ദേഹത്തിന് ഒരു പരിചയക്കേട് തോന്നണ്ട. നമ്മളങ്ങനെയല്ലേ, ഒരു അതിഥി വരുമ്പോൾ അയാൾക്കൊരു ഡിസ്കംഫർട്ട് വരണ്ട, അവരുടെ അയാളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യം പോലും മാറ്റി വെച്ച് ചെയ്യണ പോലെ അയോധ്യയാക്കി മാറ്റിയിരുന്നു. അങ്ങനെ ആ തത്ര സിംഹാസനാസീനം സീതയാ സഹരാഘവം നനാമ ഹനുമാൻ ഭക്തിയ പ്രദക്ഷിണ പുരസ്സരം എന്നാണ്. ആ സിംഹാസനത്തിൽ സീതയോട് കൂടിയിട്ട് രാമൻ ഇരിക്കണം കണ്ടിട്ട് ഹനുമാൻ അങ്ങോട്ട് വീണ് നമസ്കരിക്കും. ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ട് കണ്ണീര് അണിഞ്ഞ് എന്താ പറയുക, രാമനാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കാനും കുമ്പിടാനും ഒക്കെ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ദർശനം മാത്രമേ തന്നെ ഭഗവാൻ ആനന്ദതിന്തിലായി, അത്രയും ആനന്ദാവസ്ഥയിലെത്തി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് അനവധി വേദസൂക്തങ്ങളൊക്കെ ചൊല്ലിയിട്ട് ശ്രീരാമനെ അങ്ങോട്ട് ആരാധിച്ചു എന്ന്. അങ്ങനെ ആ കണ്ണീര് നമ്മൾ ബാഷ്പവാരി പരിപൂർണ്ണ ലോചനം എന്നാ പറയുക അല്ലേ. ഭഗവാന്റെ കണ്ണ് എപ്പോഴും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കുന്ന പറയുക. ശ്രീരാമനെ കുറിച്ച് ചിന്തിച്ച് ഹനുമാന്റെ കണ്ണുകൾ ഒരിക്കലും ഡ്രൈ ആയിരിക്കില്ല അത്ര, എപ്പോഴും കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവുന്നു ഹനുമാന്റെ കണ്ണുകൾ. ഹനുമാനെ ധ്യാനിക്കുമ്പോൾ അങ്ങനെ ധ്യാനിക്കണം എന്നാണ് പറയുക. കാരണം ബാഷ്പവാരി പരിപൂർണ്ണ ലോചനം എന്നാണ്. മാരുതിം നമ രാക്ഷസാന്തകം അങ്ങനെയാണ് നമ്മൾ പറയാറ്. ഈ രാമനാമം ചൊല്ലിയിട്ടുള്ള ആ ഹൃദയം ഇങ്ങനെ ദ്രവിക്കുമ്പോഴേ കണ്ണിന്ന് ജലം വരുള്ളൂ. അങ്ങനെ ആ ആനന്ദബാഷ്പം ഉതിർത്തുകൊണ്ടിരിക്കുന്ന ആ ഹനുമാൻ വേദങ്ങൾ ചൊല്ലിയതിന് ശേഷം രാമായണം കഥ മുഴുവൻ തൻ്റെ മധുരമായിട്ടുള്ള സ്വരത്തിൽ അങ്ങോട്ട് പാടിയെന്ന്. നാരദൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ. നാരദൻ പോയിട്ട് പരീക്ഷിക്കാൻ പോയി. ആരോ പറഞ്ഞു, ഭഗവാൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ് ഈ പണി പറ്റിച്ചത്, നിങ്ങളെക്കാട്ടിൽ നന്നായിട്ട് പാടുന്ന ഒരാളുടെ അയാളുടെ പേര് ഹനുമാൻ എന്നാണ്, പോയിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഹനുമാൻ്റെ അടുത്ത് ചെന്നിട്ട് ഹനുമാൻ പാവം ഇതേമാതിരി ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് വെല്ലുവിളിച്ചു, നമ്മൾ ആരാണ് ഏറ്റവും നല്ല പാട്ടുകാരൻ നോക്കാമെന്ന്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാനില്ല, അങ്ങ് മഹാഗായകൻ, ഞാനൊന്നുമല്ല പറഞ്ഞു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, പാറയുടെ മുകളിൽ ഈ വീണ വെച്ചിട്ട് ഹനുമാൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞു. ഹനുമാൻ പാടിയപ്പോൾ പാറ വെണ്ണയായപ്പോൾ ഈ വീണ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഹനുമാൻ പാട്ട് നിർത്തി ഇത് വീണ്ടും പാറയായി. ഇങ്ങനെ വീണ അതിൻ്റെ ഉള്ളിൽ പെട്ടു. അപ്പോൾ ഉടനെ നാരദൻ പാടാൻ തുടങ്ങി, അത് വീണ്ടും വെണ്ണയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് എത്ര പാടിയിട്ടും ആ പാറ ഒരു കടുകിട പോലും ഉരുകിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഹനുമാനെ കൊണ്ട് പാടിച്ചിട്ടാണ് അത്ര അത് വെണ്ണയാക്കിയിട്ടാണ് ആ വീണ പുറത്തെടുത്തത് ഒരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ എന്താ പറയുക, രാമനെക്കുറിച്ചുള്ള രാമായണം അങ്ങോട്ട് വിസ്തരിച്ചിട്ട് ഗീതമായിട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങി. കുറച്ചുകൂടെയൊക്കെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് ആ ആനന്ദം സഹിക്കാണ്ട് അദ്ദേഹം നാട്യശാസ്ത്രത്തിനനുസരിച്ചുള്ള നൃത്തച്ചുവടുകളോട്, ശിവനാണല്ലോ ഹനുമാൻ, ഗംഭീരമായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിട്ട് രാമായണം അങ്ങോട്ട് അവതരിപ്പിക്കാൻ തുടങ്ങിയെന്ന്. അവിടെ അദ്ദേഹത്തിന് പൂന്താനം പറഞ്ഞ മാതിരി നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം. ആര് കണ്ടാലും മോശം പറയോ അയ്യോ ആരൊക്കെ എന്തെങ്കിലും തോന്നുന്നു, ഇതൊന്നും ഒരു വിഷയമല്ല. ഒരു ഭക്തൻ അതൊന്നും വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഭഗവാന് മാത്രമുള്ള ഒരു ലോകം. അദ്ദേഹം അവിടെ അങ്ങോട്ട് ഒരു ഡാൻസ് ഡ്രാമയായിട്ട് രാമായണം അങ്ങോട്ട് അവതരിപ്പിച്ചു എന്നാണ് പറയണം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പരാശര മഹർഷി അവിടെ കൃഷ്ണൻ എന്ന് എവിടെയും പറയുന്നില്ല, കൃഷ്ണ ഉവാച എന്ന് പറയണില്ല, ശ്രീരാമചന്ദ്ര ഉവാച എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം രാമനായിട്ടാണ് ഇരിക്കണത് അവിടെ ഭഗവാൻ. അങ്ങനെ ഭഗവാൻ രണ്ട് ചോദിക്കുകയാണ്, നിനക്ക് സുഖം തന്നെയല്ലേ, നീ സന്തോഷമായിട്ടല്ലേ ഇരിക്കണത്, ആരോഗ്യമൊക്കെ നോക്കണില്ലേ? കാരണം ഇത്ര യുഗം കഴിഞ്ഞിട്ട് കാണുകയാണ് ഇവർ തമ്മിൽ. ഇതൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം സന്തോഷമാണ്, അങ്ങ് എൻ്റെ മനസ്സിലിരിക്കണത്തോളം എനിക്ക് യാതൊരു വിഷമവും വരാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. സൂര്യൻ കിഴക്ക് ഉദിച്ചു വരുന്നുള്ളത്, നിത്യവും ഉദിച്ചു വരുന്നുള്ളത് ഉറപ്പാണെന്നിരിക്കെ 12 മണിക്കൂർ വെളിച്ചം കിട്ടുന്നുള്ളത് ഉറപ്പല്ലേ? അതുപോലെയാണ് അങ്ങയുടെ കരുണയുണ്ടെന്നുണ്ടെങ്കിൽ ഇരുട്ട് എന്നുള്ളൊരു സംഭവം ഒരാളുടെ ജീവിതത്തിലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് രാമൻ ചോദിക്കും, നീ എൻ്റെ ഈ ഭക്തന്മാരിൽ അഗ്രഗണ്യനാണ്, മാത്രമല്ല യോഗി എന്താണോ ആ യോഗിക്ക് പറഞ്ഞ സകല ലക്ഷണങ്ങളുള്ളവനാണ് നീ. ഇത് പറയണ ആള് ശ്രീരാമൻ്റെ വേഷത്തിലിരിക്കുന്ന യോഗേശ്വരനാണ് ഇത് പറയുന്നത്. രാമൻ യോഗിയായിരുന്നില്ല, അത് മനസ്സിലാക്കണം. രാമൻ യോഗിയല്ല, ശിവൻ യോഗിയാണ്.
കൃഷ്ണൻ യോഗിയാണ്, ഹനുമാൻ യോഗിയാണ്. ഒരു യോഗിയോടാ പറഞ്ഞത്. പക്ഷേ ശ്രീരാമൻ്റെ വേഷത്തിൽ ഇരുന്നിട്ട് പറയണത് നീ സകല യോഗികളുടെ രാജാവാണെന്ന്, എല്ലാ യോഗലക്ഷണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരാളാണ് നീ. എന്നിട്ട് പറയണ് ആ അടുത്തുള്ള ആ ഒരു വരിയാണ്, ഉപപന്നമിതം സർവം ത്വയി ഭക്തിശിരോമണോ ത്വത്പ്രമാണ വയം സർവ നൂനം ഇഷ്ടം തതസ്തതാ. അതായത് യോഗികളുടെ രാജാവാണ് നീ, ഞങ്ങളൊക്കെ നിലനിന്ന് പോകുന്നതേ നീ ഉള്ളതുകൊണ്ടാണെന്ന്. അതായത് മഹാഭക്തന്മാർ യോഗികളും ഉള്ളതുകൊണ്ടാണ് പ്രപഞ്ചം നന്നായിട്ട് നിൽക്കണത്, ധർമ്മം നിൽക്കണമെന്ന് അർത്ഥം. എന്നിട്ട് പറയണ ഞാനൊക്കെ അറിയപ്പെടുന്നത് തന്നെ നീ കാരണമാണ്. ഭഗവാന്റെ വിനയം നോക്കൂ. ഹനുമാൻ അത് ഭക്തനുള്ളതുകൊണ്ടാണ് ഭഗവാൻ അറിയപ്പെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഭക്തൻ്റെ മഹാത്മ്യമാണ് ശരിക്ക് ആ വരികളിൽ വരുന്നത്. എന്നിട്ട് പറഞ്ഞു ഏകപ്രാണ ശരീരേ അസ്മിൻ സീതായാം ദ്വസ്ത്രയോ അനുജേ ചത്വാരസ്തു ഇമേ പ്രാണ തസ്മാത് സർവപ്രിയോ ഭവാൻ. ഈ ശരീരത്തിൽ ഭഗവാൻ തൻ്റെ ശരീരത്തിൽ തൊട്ടിട്ട് ശ്രീരാമൻ പറയണം, എൻ്റെ ഈ ശരീരത്തിൽ ജീവനുണ്ട്, അതാണ് എൻ്റെ ഒന്നാമത്തെ ജീവൻ. എൻ്റെ രണ്ടാമത്തെ ജീവൻ ഈ ജാനകിയാണ്, സീതയാണ്. മൂന്നാമത്തെ ജീവൻ എന്ന് പറയുന്നത് ഈ നിൽക്കണ ലക്ഷ്മണനാണ്. നാലാമത്തെ ജീവൻ നീ തന്നെയാണ് ഹനുമാൻ. എന്നിട്ട് പറയണം അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവൻ നീയാണ്, ഞങ്ങൾ 3 പേർക്കും ഏറ്റവും പ്രിയപ്പെട്ടവൻ നീയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് പറയണം. ആ അങ്ങനെയുള്ള ഹനുമാൻ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ രാമനവമിക്കും അന്നദാനം കൊടുക്കും. അത്ര അവസാനിപ്പിക്കുകയാണ് ഞാൻ. എല്ലാ രാമനവമിക്കും ഭഗവാൻ അന്നദാനം കൊടുക്കും. ഭക്തരെയൊക്കെ വിളിച്ച് മൃഷ്ടാന്നം സദ്യ കൊടുക്കും തൻ്റെ ഭഗവാന്റെ പേരിൽ. അങ്ങനെ ഹനുമാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഈ മഹാഭാരത യുദ്ധത്തിന് മുന്നെയാണ് ഇത് സംഭവിക്കുന്നത് ഈ കഥ. നാരദ മഹർഷി ഹനുമാൻ ഒരു സ്ഥലത്ത് ഈ രാമനാമമൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ഗന്ധമാദന പർവ്വതത്തിൽ ഒരു ഇടത്തിൽ ഇങ്ങനെ വാഴത്തോട്ടത്തിലാണല്ലോ ഹനുമാൻ എപ്പോഴും ഇരിക്കുക. നമ്മൾ പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് വാഴയങ്കട എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്, ഹനുമാങ്കാട്, പോയിട്ടുണ്ടാവും ചിലപ്പോൾ. ആ വാഴയങ്കട ക്ഷേത്രത്തിൽ അവിടെയായിരുന്നു ഹനുമാൻ്റെ വാഴത്തോട്ടമെന്നും ഹനുമാൻ അവിടെ ഒരു നരസിംഹസ്വാമി ഒരു വാഴയുടെ കടയിൽ പ്രതിഷ്ഠിച്ചു, അതാണ് വാഴയങ്കട ക്ഷേത്രം എന്ന് പറയും. കദളിയും ഇഷ്ടമാണ് എന്നാ പറയുക. കഥകളിയും കദളിപ്പഴവും വളരെ ഇഷ്ടമാണെന്നാ പറയുക. അവിടുത്തെ കുട്ടികൾക്ക് ഈ സംസാരത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാഴയങ്കട ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് അവിടെ നാക്ക് സമർപ്പണമൊക്കെ ഉണ്ട്. വളരെ വിശേഷമാണ്, നല്ല ഭംഗിയാണ്. ഉണ്ണി നരസിംഹ കാണാൻ, ഉണ്ണിക്കണ്ണൻ നരസിംഹമായിട്ട് ഒരു ചെറിയ സിംഹക്കുട്ടിയായിട്ട് ഇരിക്കണ മാതിരി ഉണ്ടാവും. അപ്പം എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ക്ഷേത്രം അത്. അപ്പോൾ അങ്ങനെ ഈ ഗന്ധമാദന പർവ്വതത്തിൽ ഇന്ന് ജപിക്കണ കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത്ര ഒരു യഥാർത്ഥ ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ വളരെ ഹർഷം ഉണ്ടാവും. അപ്പോൾ എന്തൊരു ഭാഗ്യവാൻ, ഇങ്ങനെ ഒരു ജന്മം, ഇത്ര ഒരു പുണ്യജന്മം ഭഗവാന്റെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ എന്നാലും പാവം അദ്ദേഹം ആരെയാണോ കാണാൻ ആഗ്രഹിക്കണം, ഏത് രൂപമാണോ കാണാൻ ആഗ്രഹിക്കണം, ആ ആളെ കാണാനൊരു യോഗമില്ലല്ലോ. കാരണം ആ രൂപം ശരീരം വിട്ടു പോയിട്ട് യുഗങ്ങൾ കഴിഞ്ഞു. രാമൻ എന്ന് പറഞ്ഞ ശരീരം ഇല്ലെന്ന്, രാമനാമം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും കൃഷ്ണൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു അത്ര. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥയായിട്ട് ബന്ധമുള്ള കഥയല്ല, ഇത് വേറൊരു കഥയാണ്. പക്ഷെ എന്നാലും ഇതിലൊക്കെയുള്ള ഭക്തിയുടെ എലമെൻറ്റുകളാണ്. അപ്പോൾ നേരെ പോയിട്ട് ഹനുമാൻ്റെ അടുത്ത് പോയിട്ട് പറയും, വരൂ പോവാം, രാമനിപ്പോൾ ഭൂമിയിൽ കൃഷ്ണനായിട്ട് ജനിച്ചിട്ടുണ്ട്, ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്, നമുക്ക് പോയിട്ട് കാണാം എന്ന് പറയുമ്പോൾ ഹനുമാൻ പറയത്രേ, സന്തോഷം അങ്ങ് വിളിച്ചത്, പക്ഷേ എൻ്റെ നാഥൻ എന്നെ ക്ഷണിക്കാതെ പോകുന്നത് ഉചിതമല്ല, അതുകൊണ്ട് ക്ഷണിക്കാതെ ഞാൻ വരില്ല. എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞാൽ ഞാൻ വരും, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് അത്ര അത് നമ്മളൊരു ഒരു വിളി വരുമ്പോൾ പോവുക. അങ്ങനെ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതേപോലെ ആ ഒരു ഒരു വിളി വരാൻ വേണ്ടിയിട്ട് ഹനുമാൻ ഇരുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതുകൂടെ കണ്ടോട് കൂടിയിട്ട് നാരദനും സങ്കടമായി. ഹനുമാൻ്റെ ആ ഭക്തിയുടെ ഹൈറ്റ് കണ്ടപ്പോൾ നാരദന് എന്താ പറയുക, എങ്ങനെയെങ്കിലും കൃഷ്ണനെ കാണിച്ചു കൊടുക്കണം. എന്നാലും നാരദൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ താനാണ് ഏറ്റവും വലിയ ഭക്തൻ ഒരു സംഭവം കിടക്കണമുണ്ട്. ദ്വാരകയിൽ ചെന്നിട്ട് എന്താ പറയുക, രുക്മിണി ദേവിയോട് കൂടി ഭഗവാൻ ഇരിക്കുമ്പോൾ തന്നെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അങ്ങയുടെ പൂർവ്വജന്മത്തിലെ ആ മഹാഭക്തൻ ഇങ്ങനെ ഗന്ധമാദന പർവ്വതത്തിൽ ഇരിക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കണ്ടാൽ എത്ര സന്തോഷമായിരിക്കും. ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങ് വിളിക്കാതെ വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഭഗവാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് അങ്ങോട്ട് പോയി കാണാം, നമുക്ക് അതാണ് ഭക്തനെ അങ്ങോട്ട് പോയി കാണണവനാ ഭഗവാൻ.
ഭക്തൻ തൻ്റെ ഔപചാരികത ഭഗവാനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഭഗവാൻ വിളിക്കാതെ ഞാൻ പോകില്ല എന്ന് പറയുന്നു. പക്ഷേ ഭഗവാൻ ചിന്തിക്കണം എന്താ, ഞാൻ അങ്ങോട്ട് പോയി കാണാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്റ്റെപ്പേ നമ്മൾ വെക്കുന്നുണ്ട്, ഭഗവാൻ 9 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കുന്നു. പക്ഷെ ആ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ നമ്മുടെ പൂർവ്വകർമ്മം നമ്മളെ സമ്മതിക്കില്ല, നമ്മളെ സമ്മതിക്കില്ല. ഒരു നാമം ചെല്ലാൻ നമ്മളെ സമ്മതിക്കില്ല. അപ്പം ഇന്ന് നമ്മുടെ കാലത്ത് നമ്മൾ എന്തൊക്കെ അല്ലയോ അതൊക്കെ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു ജീവിതമാണ്. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും തുടങ്ങി എവിടെയാണെങ്കിലും നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ നമുക്കറിയാം നമ്മളിതൊക്കെ ആണെന്ന്. പക്ഷെ നമ്മളതല്ല നമുക്ക് ലോകത്തിനെ പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. നമ്മൾ കോൺഫ്രണ്ട് ചെയ്യാൻ ഏറ്റവും ഭയക്കുന്നത് നമ്മളെയാണ്. നമ്മളെ നേരിടാനാണ് നമുക്ക് ശക്തിയില്ലാത്തത്. നമ്മൾ ലോകത്തിൽ ബാക്കി എല്ലാവരുടെ അടുത്ത് അടികൂടാൻ തയ്യാറാണ്, നമുക്ക് നമ്മളെ നേരിടാൻ വയ്യ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഉപാസകർക്ക് പോലും പറ്റുന്ന പ്രശ്നമാണ്, നമുക്കൊരു തെറ്റ് പറ്റില്ല എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നുകൂടും. അവർ വരുന്ന അബദ്ധങ്ങളൊക്കെ, ചെയ്യുന്ന അബദ്ധങ്ങളൊക്കെ ഭഗവത് പ്രേരിതമാണ്, ഭഗവാനാണ് ചെയ്യിപ്പിക്കണമെന്ന് പറയും. എന്നിട്ട് ഭഗവാൻ പാവം നിരപരാധി, ഇതിൽ യാതൊരു പങ്കുമില്ല, നമ്മുടെ സ്വന്തം കൈക്രിയാണ്. അങ്ങനെയുള്ളവരെ ഉപദേശിച്ചിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയാണ്. ചിലപ്പോൾ ഒരു സാധാരണക്കാരനെ പിന്നെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റും. ഈ ഭഗവാനോട് കൂടുതൽ അടുത്തേക്ക് നിൽക്കണു എന്ന് സ്വയം പറയണ പല ആൾക്കാർക്കും ഉപദേശം കൊണ്ടും ഗുണമില്ലാണ്ട് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആരെയാണോ അനുസരിക്കേണ്ട, ആരുടെ മാർഗ്ഗമാണോ പിന്തുടരേണ്ടത്, അതിൽ പോലും തെറ്റായ കാര്യങ്ങളെ ആരോപിച്ചിട്ട് അത് ഭഗവാൻ പറയണതാണ്, അത് ഭഗവാൻ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ന്യായീകരണം കണ്ടെത്തുന്ന ഒരവസ്ഥയാണ്. നാരദ മഹർഷിക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയണത് ഞാൻ പോവാം, അങ്ങോട്ട് പോയി കാണാം എന്ന് പറയുമ്പോൾ നാരദൻ മനസ്സിൽ വിചാരിച്ച കാര്യം അറിയാണ്ട് വായിൽ വന്നു. പക്ഷെ അങ്ങ് ഈ രൂപത്തിൽ പോയി അങ്ങ് തിരിച്ചറിയൂ. അങ്ങ് കൃഷ്ണൻ്റെ ഈ വേഷത്തിൽ പോയാൽ രാമൻ്റെ വേഷമല്ലല്ലോ, കൃഷ്ണൻ്റെ വേഷം വേറൊരു രൂപമാണ്. രാമൻ പരമപുരുഷനായിരുന്നു. രാമനെ പുറകുന്ന് കാണാനാണ് അത്ര, മുന്നിന്ന് കാണാനേക്കാളുള്ള സൗന്ദര്യം. രാമൻ്റെ പഴയ ചില സ്തുതിസ്തോത്രങ്ങളിലൊക്കെ കാണാം, ഭഗവാൻ നടന്നു പോകുന്ന ബാക്കിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഭഗവാന് മുന്നിൽ നിന്ന് ഭഗവാനെ കാണാനേക്കാട്ടിലും സൗന്ദര്യം തോന്നുന്നു. നമ്മൾ ഒരാളെ ഇങ്ങനെ ദൂരത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ വരില്ലേ, അങ്ങനെയായിരുന്നു നമ്മൾ. കൃഷ്ണൻ്റെ ശരീരഘടനയെ വ്യത്യാസമാണ്. കൃഷ്ണൻ്റെ ശരീരഘടന എന്ന് പറഞ്ഞാൽ യുദ്ധരംഗങ്ങളിൽ മാത്രം വജ്രതുല്യം ശരീരവും, അതല്ലാത്ത സമയത്ത് സ്ത്രൈണതയുള്ള ശരീരമായിരുന്നു. ഭയങ്കര സോഫ്റ്റുമായിട്ടുള്ളൊരു ബോഡി സ്ട്രക്ചറായിരുന്നു ഭഗവാന്റെ. രാമൻ അങ്ങനെയല്ല, രാമൻ ഭയങ്കര ബലിഷ്ഠകായനും ശരിക്കൊരു യോദ്ധാവിൻ്റെ ശരീരപ്രകൃതിയാണ്. അപ്പോൾ കൃഷ്ണനെ കണ്ടിട്ടുമില്ല. അന്നത്തെ കാലത്ത് ഫേസ്ബുക്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ കാണാൻ ഇന്നയാളെ കണ്ടതിൻ്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ഹനുമാൻ കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഹനുമാൻ കണ്ടാൽ തിരിച്ചറിയില്ല എന്ന് നാരദൻ അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, അതൊക്കെ തോന്നുക നാരദ, എന്നെ കണ്ടാൽ അയാൾ തിരിച്ചറിയും, അയാൾക്ക് മനസ്സിലാവും എന്നെ കണ്ടാലെന്ന്. അപ്പോൾ എപ്പോഴാണ് പോകേണ്ടത് ചോദിച്ചു. കറക്റ്റ് പിറ്റേ ദിവസം അത്ര രാമനവമി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു നാരദൻ്റെ അടുത്ത്, നാളെ രാമനവമിയാണ്, നമുക്ക് നാളെ അങ്ങനെ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഹനുമാൻ്റെ ആ സദ്യയുടെ സ്ഥലത്തേക്ക് നാരദ മഹർഷിയും ഇദ്ദേഹവും കൂടെ ഭഗവാനും കൂടെ 2 സാധാരണ ആൾക്കാരായിട്ട്, കണ്ടാൽ വലിയ വിലയൊന്നും പിടിക്കില്ല, ബ്രാഹ്മണരും കൂടിയല്ല, ഏതോ സാധാരണ 2 ആൾക്കാരായിട്ട് വേഷം മാറി വളരെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് ഇവർ പോയിട്ട് ഈ ലൈനിൽ, ഈ അന്നദാനം ക്യൂവിൽ, ഹനുമാൻ്റെ അന്നദാനം നടക്കുകയാണ്, ആ അന്നദാനത്തിൻ്റെ ക്യൂവിൻ്റെ അവിടെ പോയിട്ട് നിന്നു. അപ്പോൾ ഹനുമാൻ അവിടെ ഈ ആൾക്കാർക്ക് വേണ്ടൊക്കെ തന്നെയാണ് ഒക്കെ ഒരുക്കണം, ആരും സഹായിക്കാനൊന്നുമില്ല, പാവം ഒക്കെ ഓടി കിടന്ന് സദ്യയൊക്കെ ഒരുക്കൂടൊക്കെ റെഡിയാക്കിയിട്ട് ഇവരെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് കാലൊക്കെ കഴിച്ച് അങ്ങനെ ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി, നമ്മൾ കുടിക്കുന്നീര് വീഴ്ത്തുക എന്നൊക്കെ പറയും, അതൊക്കെ ചെയ്യണം. ആ ചടങ്ങ് തുടങ്ങുന്ന സമയത്ത് ഓരോരുത്തർക്കായിട്ട് വീഴ്ത്തി വരുമ്പോൾ നാരദൻ നോക്കിക്കൊണ്ടിരിക്കുക അത്രേ, തിരിച്ചറിയോ. നാരദൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട ഉപചാരമൊക്കെ ഭഗവാൻ ചെയ്തു. കൃഷ്ണൻ്റെ അവിടെ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് നിന്നു അത്രേ. കാരണം ആ പാദം അത്ര നോക്കണേ, ആ പാദത്തിൽ ഇങ്ങനെ നോക്കി ഭഗവാന്റെ കണ്ണ് അങ്ങനെ നിറയാൻ തുടങ്ങി. അവിടെ മണ്ണിൽ അങ്ങോട്ട് കടന്നു. ആ പാദം കണ്ടിട്ട് വേഷം മാറി വന്ന ആളാണ്, ചുള്ളിക്കമ്പ് പേരുള്ള ശരീരമൊക്കെ ആയിട്ടൊക്കെ ആ പാദം കണ്ട് തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞത്. തൻ്റെ നാഥനെ, രാമൻ്റെ പാദം കൃഷ്ണൻ്റെ ശരീരത്തിൽ കൃഷ്ണനെ വേഷം മാറിയിട്ട് ആ പാദം, രാമപാദം കണ്ട് തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഭഗവാന് കുറച്ചു നേരത്തേക്ക് എത്രയോ യുഗത്തിന് ശേഷം ഭഗവാൻ ശരിക്കും അന്നാണ് കണ്ടതെന്നാണ് ഈ കഥയിൽ പറയണത്. അപ്പോൾ അന്നാണ് അത്ര ഭഗവാന്റെ അടുത്ത് ഹനുമാൻ സ്വാമി ചോദിച്ചു, ഈ ജന്മത്തിൽ എനിക്ക് അങ്ങയെ സേവിക്കാനൊരു അവസരം തരണം പറഞ്ഞു. എനിക്ക് തുല്യം ഒരുത്തനുണ്ട്, അവനെ നീ യുദ്ധത്തിൽ സഹായിക്കുക, ഒന്നും വേണ്ട, നീ വെറുതെ ഇരുന്നാൽ മതി, കാരണം അവൻ്റെ തേര് ഞാനായിരിക്കും തെളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്ന് ഈ കഥയിൽ വരുന്നുണ്ട്.
അപ്പം ഇങ്ങനെ കൃഷ്ണനും ഹനുമാനും തമ്മിലുള്ള ഇൻട്രാക്ഷൻസും കൃഷ്ണൻ്റെയും ഹനുമാനും തമ്മിലുള്ള സിമിലാരിറ്റീസും ഒന്നും എവിടെ ആരും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ കുറേ കാലം മുന്നേ ഇങ്ങനെ ഈ ഒരു സബ്ജക്റ്റ് നോട്ട് ചെയ്ത് ഞാൻ വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തവണ ഇങ്ങനെ നമ്മളിവിടെ ഇതിങ്ങനെ വേണ്ടി ഒരു ടോപ്പിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ മെസ്സേജ് ചെയ്ത് ചോദിച്ചല്ലോ എന്താ ടോപ്പിക്ക് വേണ്ടത്, അല്ല അപ്പോൾ നമ്മുടെ ഇഷ്ടംമാതിരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവിൽ എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ ഒരു ടോപ്പിക്ക് തരും, അതെപ്പോഴും അങ്ങനെയാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചു. അപ്പോൾ ഞാൻ ഈ നാളത്തെ ഒരു ക്ലാസ് ഉണ്ട്, അപ്പോൾ അത് കുറച്ച് ടെക്നിക്കൽ ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഞാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ പണ്ട് ഈ വിഷയം നോട്ട് ചെയ്ത് വെച്ചത് എൻ്റെ മുന്നിൽ ഇത്രയും കാലം ഞാൻ കണ്ടിട്ടില്ല. പറയാൻ ആ ഡോക്യുമെൻ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് നോക്കണേ, ഇതങ്ങോട്ട് ചാടി വന്നു. നോക്കിയപ്പോൾ ഞാൻ വെറുതെ ഡ്രൈവിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പണ്ട് ഇതിനെടുത്ത് വെച്ച നോട്ട്സൊക്കെ അതിൽ കിടക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു നിശ്ചയമാണ് ഇന്ന് എന്തോ ഹനുമാൻ സ്വാമിയെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അഗ്നിമാരുത യോഗമൊക്കെ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയായതുകൊണ്ടായിരിക്കാം ഒരേ സമയം ആ രണ്ട് എന്താ പറയുക, സ്തംഭങ്ങൾ തന്നെ പറയണം അല്ലേ, മഹാസ്തംഭങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് കാണാമല്ലോ, ഭഗവാന്റെ അഗസ്ത്യ മഹർഷിയുടെ സമാധിയാണ് അവിടെ, ആ സ്പോട്ടിൽ അവിടെയാണ് ഹനുമാൻ നിൽക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു കഥ, ഇങ്ങനെ കുറച്ച് കഥകൾ ഇതിലിപ്പോൾ എല്ലാറ്റിനും ഒന്നും നമുക്കൊരു അതിൻ്റെ പ്രിൻസിപ്പൽ ടെക്സ്റ്റുകളിൽ പോയാൽ കിട്ടണമെന്നില്ല. ചിലതൊക്കെ നാടോടി കഥകളാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് ആ ഗ്രാമക്കാരുടെ കഥ പറഞ്ഞില്ലേ, ഹനുമാനോട് ദേഷ്യമുള്ള ഗ്രാമക്കാർ, ഹനുമാൻ ഈ തെറ്റ് ചെയ്തു എന്ന് പറയണ. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ അതൊക്കെ ഫോക്ക്ലോറിൻ്റെ ഭാഗമാണ്. പക്ഷേ നമുക്കിതിന്ന് ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരാണെങ്കിലും ഇതിപ്പോൾ റെക്കോർഡ് ചെയ്ത് നാളെ കേൾക്കാൻ പോകുന്ന എത്ര ലക്ഷം ആൾക്കാരാണെന്ന് എനിക്കറിയില്ല, അത്ര ആൾക്കാരാണെങ്കിലും അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഒരു ഭക്തന് എങ്ങനെ ഈശ്വര പദവിയിലെത്താം, അല്ലെങ്കിൽ ആ ഈശ്വരൻ എങ്ങനെയാണ് ആ ഭക്തനെ കാണുന്നത്, ഭഗവാൻ എങ്ങനെ ഭക്തനെ കാണുന്നു അല്ലേ, ഭക്തസ്യ വൃത്യസ്യ അല്ലേ, അങ്ങനെയല്ലേ, ഭൃത്യൻ്റെ വൃത്യനാവാനാണ് ഞാൻ ആഗ്രഹിക്കണമെന്നാണ് അത്ര യുധിഷ്ഠിരൻ പറഞ്ഞത്. ഭഗവാന്റെ വൃത്യൻ എന്നാണ് അത്ര പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മനോഭാവമുള്ള ഒരു ഭക്തൻ്റെ അടുത്തേക്ക് ഭഗവാൻ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഭക്തി കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് മറ്റുള്ളവരുടെ മുകളിൽ ഒരു സുപ്പീരിയോറിറ്റിയോ നമ്മൾ അവരെക്കാട്ടിലും വലിയ വിശേഷ ജന്മാണെന്ന് വിചാരിക്കലോ ഒന്നുമല്ല. എത്രത്തോളം എളിമ, എത്രത്തോളം എല്ലാവരിലും ഭഗവാനെ കാണാൻ സാധിക്കുന്നു, അത് എത്ര നീചനായിട്ടുള്ളവരിൽ പോലും കാണാൻ സാധിക്കുന്നു, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി കിട്ടുക എന്നുള്ളതാണ്. ഹനുമാൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങനെയുള്ളവരിലാണ് ഭഗവാൻ പരമമായിട്ടുള്ള അത്യധികമായിട്ടുള്ള ബലവും ശക്തിയും കൊടുത്ത് അനുഗ്രഹിക്കുകയുള്ളൂ. ഒരു രൂപ പോലും, പ്രപഞ്ചത്തിൻ്റെ ഒരു അംശം റിസോഴ്സ് പോലും ദുർവിനിയോഗം ചെയ്യില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കുബേരൻ്റെ കയ്യിൽ പ്രപഞ്ചത്തിൻ്റെ സമ്പത്തിനെ മുഴുവൻ എടുത്തു കൊടുത്തത്. അവനത് ഡ്വിൻഡിൽ ഒരു കംപ്ലീറ്റ് ഒരു സ്വിൻലറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് മുഴുവൻ എടുത്ത് നശിപ്പിക്കുമായിരുന്നെങ്കിൽ. പറയാനൊരു അസുര ജന്മ അദ്ദേഹം, യക്ഷനാണ്. പക്ഷെ ശ്രീവിദ്യയുടെ 12 ഗുരുക്കന്മാരിൽ ഒരാളാണ് കുബേരൻ. അപ്പോൾ ഒരു ലോലി ബർത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മോശം സാഹചര്യത്തിൽ ജനിക്കുക, ഒരു ജാതിയിൽ ജനിക്കുക, ഇതൊന്നും തടസ്സമല്ല. അംഗവൈകല്യം ഉണ്ടാവുക, ഇതൊന്നും തടസ്സമല്ല. കുബേരന് 2 പല്ലേ ഉള്ളൂ, ചവയ്ക്കാൻ പറ്റില്ല, ഒരു കണ്ണ് കാണില്ല, അരക്കീകപ്പെട്ട് സ്വാധീനമില്ല, ദേഹം മുഴുവൻ കുഷ്ഠരോഗമാണ്, അദ്ദേഹത്തിന് ടേസ്റ്റ് ബഡ്സ് ഇല്ല മര്യാദയ്ക്ക്. പക്ഷെ ഉപാസന. എത്രയോ തവണ സെറ്റ് ബാക്ക് ഉണ്ടായിട്ട് സ്വന്തം കൂടപ്പുറപ്പന്നെ എത്രയോ പൈസ അടിച്ചുകൊണ്ട് പോയിട്ടും അദ്ദേഹത്തിനെ നശിപ്പിച്ച് റോട്ടിൽ ഇറക്കിയിട്ടുണ്ട്, എന്നിട്ടും വീണ്ടും തിരിച്ചു കയറി വരികയാണ്. റെസീലിയൻസ്. അതേപോലെയാണ് നമുക്ക് ഹനുമാൻ സ്വാമിയെ കാണാൻ പറ്റുക. ഹനുമാൻ സ്വാമിയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ അതാണ്. ഹനുമാൻ സ്വാമിയുടെ ജീവിതം തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണേണ്ട പ്രധാന കാര്യം നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്ക് എങ്ങനെ നമ്മളെ എങ്ങനെ സ്വയം തിരിച്ചറിയാം, നമ്മുടെ പൂർണ്ണ ബലം നമുക്ക് കിട്ടിയിട്ടും അതിനെ എങ്ങനെ ജുഡീഷ്യസ്ലി ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുന്നത് ഈശ്വരീയമായിട്ട് പ്രപഞ്ചത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കണം എന്ന ബോധത്തിൽ ഉണ്ടാവുക. ഒന്നിനെയും കുറച്ച് ചെറുതായി കാണാതിരിക്കുക. എന്താ സുരസ, നാഗമാതാവിൻ്റെ വായിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി പോകുമ്പോൾ ആ ദേവിയെ പറ്റിച്ചു പോവുകയാണ്. ആ ദേവി വിഴുങ്ങാനാണ് വരുന്നത്. പക്ഷെ ആ കയറിയിട്ട് പുറത്തേക്ക് വന്നിട്ട് കയറി നിന്നിട്ട് തൊഴുതിട്ടാണ് പോണത്. കാരണം ആ സ്റ്റാറ്റസാണ്. ലങ്കാലക്ഷ്മിയുടെ ചെകിടടിച്ച് പൊട്ടിക്കുന്നു. ചെകിടടിച്ച് പൊട്ടിച്ചതിന് ശേഷം ആ ദേവി ദേവതയായിട്ട് മാറി നിൽക്കുമ്പോൾ നമസ്കരിക്കുന്നു ഹനുമാൻ. താൻ 2 നിമിഷം കൊണ്ട് ചെകിടടിച്ച് പൊട്ടിച്ചാളാണ്. അപ്പം അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്ത് ചെനക്കത്തൂർ ലങ്കാലക്ഷ്മിയെ തല്ലിയതിൻ്റെ ഓർമ്മയാണല്ലോ. തച്ചു കൊല്ലണേ അയ്യോ നിലവിളിക്കില്ല. അതിനാണ് ലങ്കാലക്ഷ്മി അടിച്ചാണ്. ലങ്കാലക്ഷ്മിയാണ് അതിലത്തെ ഒരു ദേവി. ചെനക്കത്തൂർ 2 ഭഗവതിമാരിൽ ഒന്നിൽ ലങ്കാലക്ഷ്മി സങ്കല്പമുണ്ട് ഒറ്റപ്പാലത്ത്. അപ്പം ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ എങ്ങനെ ആവണം, സകല ശക്തി ഉണ്ടെങ്കിലും അതിനെ എങ്ങനെ റെസ്പോൺസിബിളായിട്ട്, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്.
ഭഗവാനും ഹനുമാനും തമ്മിൽ മറ്റൊരു മഹാസാമ്യതയുണ്ട്. അതൊന്നും നമുക്ക് വിസ്തരിക്കാൻ സാധിക്കില്ല. ബ്രഹ്മചര്യം. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ്റെ ബ്രഹ്മചര്യത്തിനെ കുറിച്ച് തന്നെ പറയാനുണ്ട് നമുക്ക്. നമ്മൾ വിചാരിക്കും 16,008 ഭാര്യമാരുള്ള ഒരാൾക്ക് എങ്ങനെ ബ്രഹ്മചര്യം? എന്നാൽ അതാണ് അതിലെ ഏറ്റവും വലിയ രസം. അത് ഭഗവാന്റെ ജാതകം കണ്ടാൽ തന്നെ അത് ശരിക്കും മനസ്സിലാവും. അപ്പോൾ അനവധി സാമ്യതകളാണ് ഈ ഭഗവാൻ. ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നും ഇങ്ങനൊരു ഞാൻ പണ്ട് നരസിംഹാവതാരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രഹ്ലാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷിച്ചിരിക്കുന്നവെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏത് ദുരന്തത്തിൽ ആ കുട്ടി ചിരിച്ചോണ്ടായിരുന്നിരിക്കുന്നത്, എപ്പോഴും ചിരിച്ചിട്ടായിരുന്നിരിക്കുന്നത്. ആ കുട്ടി അനുഭവിക്കുന്ന ദുരിതം കണ്ടിട്ട് ഭഗവാന്, ഈ നാരായണൻ ഇത്രയും ശാന്തനായവന് പോലും കോപം വന്ന്, ദുഃഖം വന്ന്, കോപം വന്നിട്ട് ഇത്ര ദുരിതം പിടിച്ചിട്ട് ഉള്ള ഒരു ജീവിതത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്തമാംസങ്ങൾ കഴിക്കുന്ന ഒരു രൂപം എടുക്കേണ്ടി വന്നു. അപ്പോഴും ആ രൂപത്തിന് ഈ മടിയിലിരിക്കുമ്പോഴും ഈ കുട്ടി ചിരിച്ചോണ്ടായിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്നെ നാണക്കേട് തോന്നി അത്ര, എനിക്ക് പോലും ഇവനെ മാതിരി സന്തോഷിച്ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആ സന്തോഷിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഇവനെ മാതിരി എന്തെങ്കിലും എനിക്ക് ജീവിക്കണം പറഞ്ഞാൽ കൃഷ്ണനായിട്ട് ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. എൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നാൽ ഗുരുവായൂർ ഞാൻ പറയുമ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും എനിക്ക് തോന്നിപ്പോയത്. ഭക്തനെ പോലെ ആവണം താൻ എന്ന് വിചാരിച്ചിട്ട് എന്നും ചിരിക്കുന്ന കൃഷ്ണനായിട്ട് ജനിച്ചത്. അതേപോലെ കൃഷ്ണാവതാരത്തിൽ ചിലപ്പോൾ ഈ ഭക്തനെ മാതിരി എനിക്കൊരു ജീവിതക്രമം ഉണ്ടാവണം തോന്നിയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഹനുമാനെ മാതിരി. ഹനുമാൻ്റെ ഒരു ഡിസിപ്ലിൻ ശരിക്കും കൃഷ്ണനിൽ കാണാം, നമുക്ക് ശരിക്കും കാണാം. അപ്പം അങ്ങനെയുള്ള ആ 2 മഹാശക്തിസ്തംഭങ്ങൾ, നാരായണൻ ഭഗവാനെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക എല്ലാവരും. ആ പൊന്നു ഗുരുവായൂരപ്പൻ എല്ലാവരും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ ശ്രേയസ്സും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള ഗൃഹസത്സംഗങ്ങൾ ഇനിയും ധാരാളം ഉണ്ടാവാനും ഭഗവാന്റെ കഥകളെല്ലാവരും കേൾക്കാനും, പ്രത്യേകിച്ച് കുട്ടികൾ, കാരണം അവർക്കൊക്കെയാണ് ഇനിയുള്ള കാലത്ത് ഇതിൻ്റെ ഏറ്റവും ആവശ്യം വരിക. ഇന്നവരറിയില്ല, ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇതിനൊക്കെ ആവശ്യം വരുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അന്നൊക്കെ ഓർക്കാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു മെമ്മറി ആയിട്ട് കിടന്ന് ഇതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും ഏതെങ്കിലും ഒരു തരത്തിൽ. അങ്ങനെ അവർക്കൊക്കെ വേണ്ടി ഇത് സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായി കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, സർവേശ്വര, ആഞ്ജനേയ, നാരായണ, രാമ രാമ.